മുല്ലപ്പെരിയാർ ഡാമിൽ ജലനിരപ്പ് വർദ്ധിപ്പിക്കണമെന്ന തമിഴ്നാട് സർക്കാരിൻ്റെ ബജറ്റ് പ്രഖ്യാപനം വലിയ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയത്. തമിഴ്നാടിൻ്റെ പ്രഖ്യാപനം ദൗർഭാഗ്യകരമാണ് എന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ് പറയുന്നു. തമിഴ്നാട് അനാവശ്യമായ പ്രകോപനമാണ് ഉണ്ടാക്കുന്നത് എന്നും തീക്കൊള്ളി കൊണ്ട് തല ചൊറിയരുതെന്നും ഡീൻ കുര്യാക്കോസ് ഓർമ്മിപ്പിക്കുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുരക്ഷാ പരിശോധനകൾ നടന്നിട്ടില്ല. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 142 അടിയിലേക്ക് ഉയർത്താനുള്ള അനുമതി നേരത്തെ തന്നെ സുപ്രീം കോടതി തമിഴ്നാടിന് നൽകിയിരുന്നു. നിലവിലെ പ്രഖ്യാപനത്തോടെ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്തുന്നതടക്കമുള്ള കൂടുതൽ നടപടികളിലേക്ക് തമിഴ്നാട് കടന്നേക്കും എന്നാണ് സൂചന. കേരളം ഈ പ്രഖ്യാപനത്തെ അതീവ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. പുതിയ ഡാം എന്ന നിലപാടിൽ ആണ് കേരളം നിൽക്കുന്നത്. അതിലൊരു മാറ്റവും ഇല്ല എന്ന് മോൻസ് ജോസഫ് വ്യക്തമാക്കുന്നു. അണക്കെട്ടിൻ്റെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് വാദം. ഇരു സംസ്ഥാനങ്ങളും അംഗീകരിക്കുന്ന ഒരു പരിഹാരമാണ് ഇവിടെ ഉണ്ടാകേണ്ടത്. ജലനിരപ്പ് പരിധിയിൽ മാറ്റം വരുത്താൻ കേരളത്തിനോ തമിഴ്നാടിനോ ഇപ്പോൾ അധികാരമില്ല. രണ്ട് സംസ്ഥാനങ്ങൾക്കും സ്വീകാര്യമായ ഒരു നിലപാട് സുപ്രീം കോടതി പരിശോധിച്ച് തീരുമാനം എടുക്കണം എന്നാണ് കേരളത്തിൻ്റെ അഭിപ്രായം. മുഖ്യമന്ത്രി തലത്തിൽ ഉള്ള ചർച്ചകൾക്ക് ഉള്ള ശ്രമവും കേരളം നടത്തുന്നുണ്ട്. ജലത്തിൻ്റെ അവകാശവും ജനങ്ങളുടെ സുരക്ഷയും ഇത് രണ്ടും അവഗണിക്കാനാകാത്ത കാര്യമാണ്. തമിഴ്നാട്ടിലെ കർഷകരുടെ ആവശ്യങ്ങളും കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷാ ഭീഷണിയും അതൊക്കെ ഒരുപോലെ യാഥാർത്ഥ്യമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളിലൂടെയല്ല പരിഹരിക്കേണ്ടത്. ശാസ്ത്രീയമായ പഠനം വേണം, നിയമപരമായ സമീപനം ഉണ്ടാകണം, ആത്മാർത്ഥമായ ചർച്ച അനിവാര്യമാണ്. പക്ഷേ മുല്ലപ്പെരിയാർ വീണ്ടും കേരള തമിഴ്നാട് ബന്ധത്തിലെ ഏറ്റവും വലിയ തർക്കവിഷയമായി മാറുകയാണോ എന്ന സംശയം ഉയരുകയാണ്. ഇത് തർക്കത്തിൻ്റെ മറ്റൊരു അധ്യായത്തിൻ്റെ ആരംഭമാണോ, അതോ പതിറ്റാണ്ടുകളായി കോടതിയിലും രാഷ്ട്രീയ വേദികളിലും ഒക്കെ കുടുങ്ങിക്കിടന്ന ഈ വിഷയം സംവാദത്തിലൂടെ പരിഹരിക്കാൻ ഇരു സംസ്ഥാനങ്ങളിലെയും പുതിയ നേതൃത്വത്തിന് കഴിയുമോ? കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും നേതാക്കൾക്ക് ചരിത്രപരമായ ഒരു സമവായത്തിൽ എത്താൻ അല്ലെങ്കിൽ അതിന് വഴിയൊരുക്കാൻ കഴിയുമോ എന്നാണ് പൊതുവേദിയുടെ ഇന്നത്തെ ചോദ്യം. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. അപ്പോൾ സുപ്രധാനമായ ഒരു തർക്ക വിഷയമായി മുല്ലപ്പെരിയാർ മാറുകയാണ്. തമിഴ്നാട് സർക്കാരുമായി ഒരു മുഖ്യമന്ത്രി തല ചർച്ച നടത്താൻ ഉള്ള ഒരു ശ്രമമാണ് കേരളം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. നേരത്തെ തന്നെ ഇറിഗേഷൻ വകുപ്പ് ഈ വിഷയത്തിൽ ചർച്ച നടത്തിയിരുന്നു. അവരൊരു യോഗം ചേരുകയും അത് മന്ത്രി ഈ കാര്യം മുഖ്യമന്ത്രിയുമായി ആശയവിനിമയം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. മുല്ലപ്പെരിയാറിൻ്റെ ജലനിരപ്പ് ഉയർത്തുമെന്നൊരു ബജറ്റ് പ്രഖ്യാപനം വരുമ്പോൾ അത് ഏതു തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന കാര്യം വലിയ തോതിൽ കേരളം ചർച്ച ചെയ്യുകയാണ്. അവിടെ സുരക്ഷാ പരിശോധനകൾ ഇനിയും നടക്കേണ്ടതുണ്ട് എന്ന് കേരളം ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. ഇത് ഒരു വലിയ വിഷയമായി കേരളത്തിലെ 3 ജില്ലകളിലെ മനുഷ്യരുടെ ജീവിത പ്രശ്നവുമായി ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് കേരളം ഓർമ്മപ്പെടുത്തുന്നു. പക്ഷേ അതേസമയം അതേപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ് തമിഴ്നാടിൻ്റെ ജലം, അവരുടെ കർഷകർക്ക് കൃത്യമായി അവിടുത്തെ കർഷകർക്ക് ജലം ലഭിക്കുക എന്നത്. അങ്ങനെ സുപ്രധാനമായ ഈ വിഷയങ്ങൾ പരിഹരിക്കാൻ കേരളത്തിന് കഴിയുമോ എന്നതാണ് ചോദ്യം. എന്നോടൊപ്പം കണ്ണൻ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു. കണ്ണൻ, നമസ്തേ സാർ. നമസ്കാരം. സാറേ, എനിക്ക് പറയാനുള്ള വർഷങ്ങളായിട്ട് നമ്മുടെ ഈ തമിഴ്നാട് അല്ലെങ്കിൽ കർണാടക, കേരളം, ഈ 3 സ്റ്റേറ്റും ഈ വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള പ്രശ്നമാണ്. കാരണം നമ്മളെ ഇപ്പൊ ഈ ഒരു ഡാം കൊണ്ട് നമ്മളുടെ കേരളത്തിന് ഇപ്പൊ ഭീഷണിയാണ്. പക്ഷെ ഇത് ഒന്നെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ട് ഇതൊരു പ്രശ്ന പരിഹാരം, കാരണം ഈ സ്റ്റേറ്റുകളെല്ലാം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലായി, കേന്ദ്രം ഇടപെട്ട ഒരു പ്രശ്ന പരിഹാരത്തിന് വേണം. അതായത് മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് 140 അടിയിൽ നിന്നും ഒരടി ഉയർത്താൻ നമുക്ക് സമ്മതിക്കാനാകില്ല എന്നാണ് മന്ത്രി മോൻസ് ജോസഫിന്റെ നിലപാട്. അതോടൊപ്പം തന്നെ
അവിടെ കോട്ടയത്ത് വെച്ചാണ് മന്ത്രി ഈ പ്രഖ്യാപനം നടത്തുകയും ചെയ്തിരിക്കുന്നത്. മുല്ലപ്പെരിയാർ നമുക്കറിയാം വളരെ വളരെ കാലമായി കേരള തമിഴ്നാട് ബന്ധത്തിന് ഒരു ഒരു അതിനൊരു പ്രശ്നമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ഡാം നിർമ്മിച്ചത് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്, 100-ലധികം വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ഒരു ഡാമാണ്. 1889 ഇത്തരമൊരു ഡാം നിർമ്മിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കുന്നത്. പിന്നീടാണ് അത് ജോൺ പെന്നിക്യൂക്കിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു ഡാം നിർമ്മിക്കാനുള്ള സാഹചര്യം വരുന്നത്. 1887 അണക്കെട്ടിൻ്റെ ശിലാസ്ഥാപനം നിർവഹിക്കുന്നു. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് അതിൻ്റെ നിർമ്മാണം പ്രയാസത്തിലാകുന്നു. പിന്നെയാണ് ജോൺ പെന്നിക്യൂക്ക് ഇംഗ്ലണ്ടിലേക്ക് ചെല്ലുകയും തൻ്റെ ഭാര്യയുടെ ഉൾപ്പെടെ ആഭരണങ്ങൾ പണയപ്പെടുത്തി തിരിച്ചു വന്ന് 81,30,000 രൂപ മൊത്തത്തിൽ 1895 ചെലവാക്കി ഇതിൻ്റെ അണക്കെട്ടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പാട്ടക്കരാറിൻ്റെയും വലിയ തർക്കം നടന്നിരുന്നു. 1886 ആണ് ഇത്തരത്തിലൊരു പെരിയാറിലൊരു പാട്ടക്കരാർ അന്ന് വരുന്നത്. അതൊക്കെ തിരുവിതാംകൂർ രാജാവും മദ്രാസ് പ്രസിഡൻസിയുമായി നടന്ന ചർച്ചകളുടെ ഫലമായാണ് അത് വരികയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇത്രയും കാലം നിൽക്കുന്ന ആ ഒരു ചരിത്രപരമായ പ്രശ്നങ്ങളുള്ള സങ്കീർണമായ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ ഈ സമയത്ത് സാധ്യമാകുമെന്നൊരു പ്രതീക്ഷ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ടോ? ശ്രീ മുഹമ്മദ് മഞ്ചേരി എന്നോടൊപ്പം ചേരുന്നു. ശ്രീ മുഹമ്മദ് മഞ്ചേരി. മനു സാറേ, നമസ്കാരം. അപ്പോ ഇത് ഇപ്പൊ സാറ് വളരെ വിദഗ്ധമായി എല്ലാവർക്കും മനസ്സിലാക്കത്തക്ക രീതിയിൽ ഇത് പറഞ്ഞു തന്നു. എനിക്കും മനസ്സിലായി. പക്ഷെ ഇനി ഇത് വേണ്ടത്, ഇതിന് ഈ കേരള സർക്കാരും തമിഴ്നാട് സർക്കാരും കർണാടക സർക്കാരും പിന്നെ നമ്മളെ ബഹുമാനപ്പെട്ട കേന്ദ്ര സർക്കാർ എല്ലാവരും കൂടി ഇന്ന് സംയുക്തമായ ഒരു പ്രശ്നപരിഹാരമാണ് വേണ്ടതെന്നാണ് താങ്കളുടെ അഭിപ്രായം. ഓക്കെ, അപ്പോൾ ഈ മുല്ലപ്പെരിയാർ, തേനി, മധുര, ദിണ്ടിഗൽ, രാമനാഥപുരം തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തമിഴ്നാടിലെ ജില്ലകളിൽ, തമിഴ്നാട് സംസ്ഥാനത്തിലെ ജില്ലകളിൽ അവിടെയൊക്കെ ഈ ജലക്ഷാമത്തിനൊരു പരിഹാരം എന്ന നിലയിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നുള്ള ജലം ഉപയോഗിക്കുന്നത്. പെരിയാർ നദി അതായത് മുല്ലയാറിന് കുറുകെ പെരിയാർ സങ്കേതത്തിൽ നിർമ്മിക്കുന്ന ഇത്തരം ഒരു ഡാം, അത് എത്രയോ കാലങ്ങളായി അത് തമിഴ്നാടിൻ്റെ ഒരു ആവശ്യമായിരുന്നു. അവിടുത്തെ ജനങ്ങളുടെ വെള്ളം ആയി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിനുള്ള ഒരു പരിഹാരം ആയിരുന്നു. അപ്പോൾ ആ പ്രശ്നപരിഹാരം അന്ന് സാധ്യമാക്കി. പിന്നീട് അതിൻ്റെ കരാറുകൾ സ്വതന്ത്ര ഭാരതവും പിന്നീട് അന്ന് ഈ ബ്രിട്ടീഷ് പ്രസിഡൻസി ഒപ്പുവെച്ച കരാറുകൾ പുനഃപരിശോധിക്കുന്നു. അത് നമ്മുടെ കേരള സർക്കാർ പിന്നീട് അത് വീണ്ടും അത്തരം ഒരു കരാറിലേക്ക് ഏർപ്പെടുന്നു. 1970 അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന സി അച്യുതമേനോൻ തമിഴ്നാടുമായി നടത്തിയ ഒരു ചർച്ചയുടെ പശ്ചാത്തലത്തിൽ 1886 ആ പാട്ടക്കരാർ പുതുക്കുകയൊക്കെ ചെയ്യുന്നത്. ഫൈസൽ എന്നോടൊപ്പം ചേരുന്നത് മലപ്പുറത്താണ്. ഫൈസൽ, ഇപ്പോ നമ്മള് യൂട്യൂബിലായാലും കുറെ പ്രാവശ്യം റസൽ ജോയ് എന്ന് പറഞ്ഞ വ്യക്തി ഒറ്റയ്ക്ക് ഇതിനു വേണ്ടി പോരാടുകയാണ്. പക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെ തർക്കിച്ച് നിന്നിട്ടും ഇതിനൊരു തീരുമാനം കിട്ടുന്നില്ല. നമ്മളൊരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് പൊളിച്ചു മാറ്റി ജനങ്ങളെ രക്ഷിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ശ്രീ രാധാകൃഷ്ണൻ എന്നോടൊപ്പം ചേരുന്നത് വൈറ്റിലയിൽ നിന്നാണ്. ശ്രീ രാധാകൃഷ്ണൻ, ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഒരു വലിയ ആശങ്ക നമുക്ക് വന്നത് 1960കളിലാണ്. ഈ 100 വർഷമൊക്കെ പിന്നിടുന്ന ഡാമുകൾ മറ്റു പലയിടത്തും ഡീകമ്മീഷൻ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അത് ഒരു 69 മറ്റൊക്കെ ജലം ഉയർന്ന ഘട്ടത്തിൽ ഇവിടെയും ഈ ഡാമിൻ്റെ സുരക്ഷയെ സംബന്ധിച്ച് ഭീഷണിയുണ്ടായി. പക്ഷേ അതൊക്കെ പിന്നീട് തമിഴ്നാട് അത് പരിഹരിച്ചു എന്ന് പറയുന്നു. ഈ കേബിൾ ആങ്കറിങ് ഉൾപ്പെടെയുള്ള വഴികളിലൂടെ ഡാമിൻ്റെ ബലം വർദ്ധിപ്പിക്കാനൊക്കെയുള്ള ശ്രമം നടത്തിയെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചാൽ എറണാകുളം ജില്ല ഉണ്ടാകില്ല എന്ന് എല്ലാ ഘട്ടങ്ങളിലും കേരളം ഓർമ്മപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ ഈ ആശങ്ക വേണ്ട രീതിയിൽ തമിഴ്നാട് ഉൾക്കൊണ്ടു എന്ന് ശ്രീ രാധാകൃഷ്ണൻ വൈറ്റില കരുതുന്നുണ്ടോ? നമസ്കാരം. നമസ്കാരം. ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ കേരളവും തമിഴ്നാടും കൂടി ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണിത്. പക്ഷെ ഇത് നിലവിൽ തന്നെ എത്രയോ പരാതികൾ സുപ്രീം കോടതി കിടക്കണം, എത്രയോ ഉണ്ട്. ഒരു തീരുമാനം എടുക്കാനായിട്ട് ഇത്രയും വലിയ താമസം വെച്ച് നീട്ടുന്നത് വളരെ ഇതാണ്. ഒന്നില്ലെങ്കിൽ ഒരു പുതിയ ഡാം, അപ്പൊ എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു സംവിധാനം സുപ്രീം കോടതി തന്നെ പറഞ്ഞു കൊടുക്കുക എന്തെങ്കിലും വേണം. കാരണം ഇവര് രാഷ്ട്രീയം ഇപ്പൊ തമിഴ്നാടിനാണെങ്കിൽ സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നു. അത് 2006 വന്നത്. ആ വിധി എന്തായാലും കേരളത്തിന് അനുകൂലമായില്ല. അല്ല, അവരത് മെയിൻറ്റെയിൻ ചെയ്ത് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തു.
56 സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് സെക്ഷൻ 108 അനുസരിച്ചുള്ള സ്വാതന്ത്ര്യം മുഴുവൻ അന്തർ സംസ്ഥാന ജലവൈദ്യുത കരാറുകളും നിലനിൽക്കും എന്ന കാരണത്താൽ കേരളത്തിന്റെ വാദം ആദ്യം തള്ളുന്നു. ഇതിപ്പോ പൊട്ടുമെന്ന് തന്നെ പറഞ്ഞൊരു മന്ത്രി തന്നെ കരഞ്ഞിട്ടുണ്ട്. എന്റെ ജനങ്ങൾ മുഴുവൻ പൊട്ടിപ്പോലും, ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പോലും ഒരു നടപടി ഇതിനെപ്പറ്റി എടുത്തിട്ടില്ല. ഭരണം വരുമ്പോ എല്ലാരും മാറി മാറി ഇത് ചെയ്യണല്ലാണ്ട് ഇതിന് വേണ്ടിയിട്ട് ഒരു നടപടി എടുക്കണല്ല. ഇത് പൊട്ടും. കാരണം ഞങ്ങൾ ദിനത്തിന് സമരം ചെയ്യുന്നുണ്ട്. നമ്മുടെ കോടതിയാണെങ്കിലും സുപ്രീം കോർട്ടാണെങ്കിലും ബഹുമാനപ്പെട്ട സുപ്രീം കോർട്ട് അവർക്കും പൊട്ടിയാൽ കുഴപ്പമൊന്നുമില്ല. അവര് മേളിൽ ഇത് കാഴ്ചക്കാരെ പോലെ കാണും. പാവം ജനങ്ങൾ ഒഴുകി പോവുകയുള്ളൂ. ഇപ്പൊ ഭരണാധികാരികളും ഇതൊക്കെ തന്നെയാണ്. അവര് മേളിൽ നിന്ന് കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. പോകുമ്പോ എന്ത് പറ്റും? നഷ്ടം. കാരണം പോയ ജനങ്ങൾ പാവങ്ങൾ ഒഴുകി പോയി ഇത് ചെയ്യും. തീർന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യാനില്ല. അത് എല്ലാരും ഇത് പൊട്ടി ഒഴുകിയിട്ട് ഒരു തീരുമാനം എടുക്കാനാണെങ്കിൽ ഇതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. നമുക്ക് കാത്തിരുന്ന് പൊട്ടണത് കണ്ടുകൊണ്ടിരിക്കാം. അതായിരിക്കും നല്ലത്. ഇതൊക്കെ നേരത്തെ എടുക്കേണ്ട തീരുമാനങ്ങളാണ്. ഇവിടെ ആർക്കാണ് ഇതുള്ളത്? ആർക്കുമില്ല. നിരന്തരം ഇഷ്ടംമാതിരി പറയുന്നുണ്ട് സുപ്രീം കോടതിയിൽ. സുപ്രീം കോടതി തന്നെ ഒരു തീരുമാനം എടുക്കേണ്ടതാണ്. ഇതൊന്നും ചെയ്യാതെ നോക്കിയിരിക്കണേന്ന്. ഇനി എന്തെങ്കിലും സംഭവിച്ചിട്ട് വേണം. എന്ന് പൊട്ടുമെന്ന് പറയാൻ പറ്റൂല. ആ കണ്ടീഷനിലാണ് അവിടെ ഇരിക്കണത്. എപ്പോഴും പൊട്ടാം. ഇപ്പൊ തന്നെ വെള്ളം നിറയുമ്പോ കണ്ടില്ലേ? നിറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പൊ ഇതിങ്ങനെ പേടിച്ചൊരു ബോംബാണ്. ഒരു ബോംബ് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന എല്ലാരും നോക്കിക്കൊണ്ടിരിക്കണേ. ഇത് ചെയ്യേണ്ടവരും ആരായാലും ഈ ബോംബും വെച്ചുകൊണ്ടിരിക്കണേ. എപ്പോ വേണമെങ്കിലും പൊട്ടാനും പണ്ട്. ആ കണ്ടീഷൻ ആർക്കെങ്കിലും ഉറപ്പ് പറയാൻ പറ്റും ഇത് പൊട്ടൂലെന്ന്? ആരെങ്കിലും പറയോ? ഇല്ല. എന്നിട്ട് എന്ത് ഈ കോടതി എടുക്കാത്ത ഒരു തീരുമാനം? കോടതി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് പോവില്ലല്ലോ സുപ്രീം കോടതി എടുത്തു കഴിഞ്ഞാൽ. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ എന്നോടൊപ്പം ഫാദർ സാമുവൽ ചേരുന്നുണ്ട്. ഫാദർ സാമുവൽ, 1979 ഗുജറാത്തിലെ മച്ചു അണക്കെട്ടിൽ ഒരു അപകടം ഉണ്ടായി. അതിനെ ചൊല്ലിയുള്ള വാർത്തകൾ വലിയ തോതിൽ ആശങ്ക സൃഷ്ടിച്ചു. അപ്പോൾ 69 ശേഷം 79 ആകുമ്പോഴേക്കും നമ്മളുടെ സമാനമായ സാഹചര്യം കേരളത്തിലുണ്ടാകുമോ എന്ന ആശങ്ക അങ്ങനെ വ്യാപിക്കുകയാണ്. അപ്പോൾ കേരള ഭൗമശാസ്ത്ര പഠന കേന്ദ്രം നടത്തിയ പഠനത്തിൽ അണക്കെട്ടിൻ്റെ പ്രശ്നങ്ങൾ എണ്ണി പറയുന്നു. തുടർച്ചയായി ജലനിരപ്പ് 142.2 അടിയിൽ എത്തുക എന്നത് ആശങ്ക ജനിപ്പിച്ചു. പിന്നീട് തമിഴ്നാട് അത് 136 കുറച്ചു. ഇപ്പോൾ വീണ്ടും 142 അടിയിലേക്ക് ഉയർത്താനുള്ള അനുമതി അവർക്ക് ലഭിച്ചിരിക്കുന്നു. ഒരു പ്രശ്നപരിഹാരം ഫാദർ സാമുവലിന് കാണാൻ കഴിയുന്നുണ്ടോ? ഗുഡ് ഈവനിങ് മനു. ഗുഡ് ഈവനിങ്. മനു വളരെ വ്യക്തമായിട്ട് പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ നല്ലത് തന്നെ. ഞാൻ ഈ മുല്ലപ്പെരിയാറിൻ്റെ ഞാൻ അവിടെ ചെല്ലുകയും ആ ഒരു 2011 വലിയ പ്രക്ഷോഭം മുല്ലപ്പെരിയാറിൽ നടന്ന് ഫാദർ സാമുവലിന് ഓർമ്മയുണ്ടാകും. അന്ന് ഇപ്പം നമ്മുടെ നേരത്തെ ഒരു പ്രേക്ഷകൻ പറഞ്ഞതുപോലെ അവിടെ മന്ത്രി കരയുന്നു, കുട്ടികൾ ഭീതിയിലാകുന്നു, ഇത് ഡാം പൊട്ടുപോകുന്നുള്ള ആശങ്ക വരുന്നു. അങ്ങനെ അന്ന് വലിയ പ്രക്ഷോഭം. മുല്ലപ്പെരിയാറിൻ്റെ അവിടം തൊട്ട് മനുഷ്യ ചങ്ങല ആളുകൾ പിടിക്കുന്നു. നമ്മുടെ ഫാദർ ജോയ് നിരപ്പേലും ഒക്കെ അവിടെ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുന്നു. അങ്ങനെ മുല്ലപ്പെരിയാർ സമരസമിതി അവിടെ രൂപീകരിക്കുന്നു. അങ്ങനെയൊക്കെ ഒരു വലിയ സമരചരിത്രം അതിനുണ്ട്. ഞാനതൊക്കെ അവിടെ പോയി റിപ്പോർട്ട് ചെയ്യാൻ ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. കുറേയൊക്കെ ആ സമരത്തിന് അവിടെ മാസങ്ങളോളം അവിടെ താമസിച്ച് തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിട്ടുമുണ്ട്. അങ്ങനെ എനിക്ക് പറയുവാനായിട്ടുള്ളത്, ഇത് വളരെ സങ്കീർണമായിരിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. ഇത് ചർച്ചയിലൂടെ പരിഹരിക്കാം. അതോടൊപ്പം തന്നെ ഇതിനൊരു ഹൈ പവർ കമ്മിറ്റി ഉണ്ടായിരുന്നല്ലോ, ഒരു ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള. അതിപ്പോ ഉണ്ടോ? ഇപ്പോഴും ഈ കേരളത്തിന്റെ പ്രതിനിധിയെ കഴിഞ്ഞ ദിവസം ഒറീസ വാട്ടർ കമ്മീഷന്റെ ഒരു മുൻ എഞ്ചിനീയറെയൊക്കെ നമ്മൾ അവിടെ പ്രതിനിധിയൊക്കെ ആയിട്ട് അയക്കുന്നുണ്ട്. ഇടയ്ക്ക് അതിനെ ചൊല്ലിയൊരു കേരളത്തിന് പ്രതിനിധി ഇല്ല എന്നൊക്കെയുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പൊ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടു വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഹൈ പവർ കമ്മിറ്റിക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ എന്നുകൂടി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ചർച്ച നടക്കണം. അതോടൊപ്പം തന്നെ ആ ഹൈ പവർ കമ്മിറ്റി നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ? അപ്പൊ അവരുമായിട്ട് ഒന്ന് ആലോചിക്കുന്നത് നല്ലതല്ലേ? ഈ പ്രശ്നം വളരെ വേഗം സോൾവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഒരു വലിയ ജനസമൂഹത്തെ ഇത് ബാധിക്കും. പിന്നീട് ദുഃഖിച്ചിട്ട് കാര്യമില്ല. ശരി, ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ചന്ദ്രൻ നായർ. സാർ നമസ്തേ. സാർ, ഈ ഭൗമശാസ്ത്ര പഠന കേന്ദ്രം, അതായത് ഞാൻ വർക്ക് ചെയ്തിരുന്ന ഒരു സ്ഥാപനം എന്താ വെച്ചാൽ ഇതിന് റിപ്പോർട്ട് കൊടുത്തിട്ട് 4 പേരെ ഒരു പരിപാടിയില്ല, ഒരു തീരുമാനമായിട്ടില്ല. മാഡം സാറേ, അതോടൊപ്പം തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ. എനിക്ക് 25 വയസ്സ് പ്രായമുള്ളപ്പോൾ ഒരു തയ്യൽക്കാരനായിരുന്നു തിരുവാങ്കുളം.
അപ്പൊ ഞാൻ എന്താന്ന് വെച്ചാൽ ഈ നോട്ടീസ് വിതരണം ചെയ്തതാണ് സാർ. അതായത് മുല്ലപ്പെരിയാർ പൊട്ടാൻ പോകുന്നു, ജാഗ്രതയായിട്ടിരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് അന്ന് മുതലേ ഈ പ്രശ്നം നിലനിൽക്കുന്നതാണ് സാർ. ഇതിനകത്ത് കൂടുതൽ വെള്ളം നിർത്തുന്നത് അപകടം തന്നെയാണെന്ന് സാർ എന്റെ വിശ്വാസം അങ്ങനെ തന്നെയാണ് സാർ. വെള്ളം കൂടുതൽ നിർത്താതിരിക്കുകയാണ് ഏറ്റവും ബുദ്ധി. ഏതായാലും ഇപ്പോൾ നമ്മുടെ ഫാദർ സാമുവൽ ഈ മുല്ലപ്പെരിയാർ എംപവേർഡ് കമ്മിറ്റിയെ കുറിച്ചൊക്കെ ഇപ്പോൾ ഓർമ്മിപ്പിച്ചല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഉന്നതാധികാര സമിതി ഉണ്ടായിരുന്നു. പക്ഷേ ആ സമിതി 142 അടിയായി വെള്ളം ഉയർത്തിയാൽ പ്രശ്നമില്ല എന്നുള്ള ഒരു റിപ്പോർട്ടാണ് സുപ്രീം കോടതിക്ക് നൽകുകയും ചെയ്തത്. ആ സമിതി മാത്രമല്ല സാർ, നമ്മുടെ ഭൗമശാസ്ത്ര പഠന കേന്ദ്രം കൂടാതെ എന്ന് വെച്ചാൽ പീച്ചിയിലുള്ള വേറൊരു സ്ഥാപനം എന്താ വെച്ചാൽ റിപ്പോർട്ട് കൊടുത്തിരുന്നു അന്ന് പലരും റിപ്പോർട്ട് കൊടുത്തിരുന്നു. പക്ഷേ അത് പൊളിച്ചു പണിയാനായിട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം കൊണ്ടാണ് ഒന്നും ചെയ്യാതിരുന്നത് സാർ. ഓക്കെ, അപ്പോൾ ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ. ശ്രീ മനു, എനിക്ക് ഇതിന്റെ സാങ്കേതികത്തെ കുറിച്ചൊന്നും തന്നെ ഞാൻ ഈ വിഷയത്തിൽ ഇതിലൊരു വലിയ പരാതി സി അച്യുതമേനോൻ ഇത് പുതുക്കി കൊടുത്തു ഒപ്പിട്ടതിനെ കുറിച്ചാണ് കേട്ടോ. അതറിയാമോ? ഈ മുല്ലപ്പെരിയാർ കരാർ വീണ്ടും പുതുക്കി കൊടുക്കുന്നത് അതായത് ഇതിന്റെ സാങ്കേതികത്വം എന്ന് പറയുന്നത് നമ്മൾ വർഷങ്ങളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. നമ്മുടെ നേരത്തെ തന്നെ താങ്കൾ പറഞ്ഞു ഇതിന്റെ നിർമ്മാണ കാലഘട്ടത്തിൽ ഞാൻ ഇതിന്റെ പകുതിയെ വെച്ച് കേട്ടുള്ള ആരോ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ആഭരണം ഉൾപ്പെടെ അഴിച്ചു വെച്ചാണ് ഇതിന് സമ്പത്ത് കണ്ടെത്തിയെന്ന് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം നടത്തിയെന്നുമാണ് താങ്കൾ ആദ്യം പറഞ്ഞത്. അതെ, അത് ജോൺ പെന്നിക്കുക്ക് എന്ന ഒരു ബ്രിട്ടീഷ് എഞ്ചിനീയർ, റോയൽ ബ്രിട്ടീഷ് എഞ്ചിനീയറിംഗ് ഇതിൽ വിഭാഗത്തിലുള്ള ആളായിരുന്നു അദ്ദേഹം. അദ്ദേഹം കണ്ടെത്തിയ അദ്ദേഹം ഈ മധുരൈ, തേനി, രാമനാഥപുരം പ്രദേശങ്ങളിലുള്ള ജനങ്ങളുടെ ആ ദുരിതം കണ്ട് മനസ്സിലാക്കിയാണ് ഇതിനൊരു വഴി എന്ന നിലയിൽ അങ്ങനെ ഒരു ഡാം നിർമ്മിക്കാം. വലിയ മികച്ച ഒരു ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം എഞ്ചിനീയറിംഗ് രംഗത്ത്. കാരണം ഈ ജോൺ പെന്നിക്കുക്കിന് വേണ്ടി അവിടെ ഒരു ക്ഷേത്രം പോലും ഈ തമിഴ്നാട്ടിലുണ്ട്. കാരണം അത്രമാത്രം ജനങ്ങളുടെ പ്രശ്നം ഈ നദി അങ്ങോട്ട് തിരിച്ച് അതിൻ്റെ വെള്ളം അങ്ങോട്ട് പോയപ്പോൾ പരിഹരിക്കപ്പെട്ടു. അങ്ങനെ അത് ആ കാലത്തൊരു വലിയൊരു നേട്ടമായിരുന്നു. പിന്നീട് അതിന് ബ്രിട്ടീഷ് ഗവൺമെൻറ് വേണ്ടത്ര സാമ്പത്തിക സഹായം കൊടുക്കാതായപ്പോഴാണ് അത് ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു പോവുകയും അത് ഇത് പൂർത്തിയാക്കുകയും ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു വലിയ ചരിത്രം അതിനുണ്ട്. അതിനുശേഷം പക്ഷേ അത് വലിയ ആശങ്കയായി ഉയർന്നു. തിരുവിതാംകൂർ തന്നെ അതിന് പലപ്പോഴും ആ കരാറിൽ നിന്ന് പുറകോട്ട് പോകാൻ ഒക്കെയുള്ള ശ്രമം നടത്തി. പക്ഷേ പിന്നീട് അത് സി അച്യുതമേനോൻ സർക്കാർ അത് ഒപ്പിട്ട് കൊടുത്തു. അതാണ് സംഭവിച്ചത്. ഓക്കെ, ഞാനത് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് പോലും സാങ്കേതികത്വം ഒട്ടുമില്ലാതെ ഈ മഹത്തായ ഒരു നിർമ്മിതി അവിടെ പണി കഴിപ്പിച്ചു. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ അതിശയോക്തി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് എത്രയോ വർഷങ്ങളായിട്ട് ഈ ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവന്റെ മുന്നിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്നു എന്ന് അവർ പറയുന്നു. ജനങ്ങൾക്ക് അതിൽ തർക്കമില്ല. സാങ്കേതിക വിദഗ്ധർക്ക് അതിന് സാങ്കേതികമായിട്ട് എന്തെങ്കിലും തകരാറുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഷയങ്ങൾ പോലും ഇപ്പോൾ ചോദ്യമുനയിൽ നിൽക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ പരമാധികാരമായ നമ്മുടെ സ്വന്തം രാജ്യത്ത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ്, നമ്മുടെ സുപ്രീം കോടതി, നമ്മുടെ മറ്റു കോടതികൾ, നമ്മുടെ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് നമുക്ക് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലെ ഒരു തടസ്സങ്ങളും ഇല്ലാത്ത നമ്മൾ സ്വന്തം അവകാശപ്പെടുന്ന നമ്മുടെ ഒരു സമൂഹത്തിൽ ഇതിനൊരു പരിഹാരം കാണുവാൻ ഇന്നും കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ആരുടെ പിടിപ്പുകേടാണ്? ഈ ജനങ്ങൾ ആരെ വിശ്വസിക്കും എന്നാണ് എനിക്ക് മനുവിനോട് വളരെ ആകാംക്ഷയോടുകൂടി അല്ലെങ്കിൽ വിഷമത്തോടും ഭയത്തോടും കൂടിയൊക്കെ ചോദിക്കാനുള്ളത്. എന്നാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഈ ഡാമിന്റെ വിഷയം ഇപ്പോൾ തന്നെ നമുക്കത് കാണുമ്പോൾ, നിങ്ങൾ ആ വിഷ്വലിൽ കാണുമ്പോൾ ഇഷ്ടിക വെച്ച്, ചുമന്ന കളറിലെ ഇഷ്ടിക വെച്ച് അടുക്കി വെച്ചേക്കുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പല ഭാഗങ്ങളിലും. അതന്ന് ഡാമിന്റെ ചില ഭാഗങ്ങളിൽ ചോർച്ച വന്നപ്പോഴൊക്കെ അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള തർക്കങ്ങൾ വന്ന ഘട്ടത്തിൽ നമ്മൾ ഷൂട്ട് ചെയ്ത പല വിഷ്വൽസ് ഉണ്ട് അതിൽ. പക്ഷേ ഈ ഡാം നിർമ്മിച്ചപ്പോൾ അങ്ങ് സൂചിപ്പിച്ചപ്പോൾ ഞാൻ അതിൻ്റെ കാര്യങ്ങൾ ഓർത്തു പോവുകയായിരുന്നു. കാരണം ചുണ്ണാമ്പ്, സുർക്കി ഒക്കെ ഉപയോഗിച്ച്, മണ്ണും സുർക്കിയും ഉപയോഗിച്ച് ആണിത് നിർമ്മിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ഒരു കോൺക്രീറ്റ് സംവിധാനം അല്ല അതിനുള്ളത്. പക്ഷേ തമിഴ്നാട് പിന്നീട് അത് ബലപ്പെടുത്താനൊക്കെ ഉള്ള ശ്രമങ്ങൾ നടത്തിയെന്ന് പറയുന്നു. പക്ഷേ ഇവിടെ നമുക്ക് സംഭവിച്ചത്, ഇതിനുമായി ബന്ധപ്പെട്ട് വന്ന സമിതികളെല്ലാം തമിഴ്നാടിന് അനുകൂലമായ ഒരു നിലപാടാണ് സ്വീകരിച്ചത്. ഡാമിൻ്റെ ഇത് 142 നിന്ന് കൂടിയാലും കുഴപ്പമില്ല എന്ന് പറയുന്ന കമ്മിറ്റി റിപ്പോർട്ടുകൾ വരെ ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ ആരെ വിശ്വസിക്കും ശ്രീ മനു? നമുക്ക് സുപ്രീം കോടതി ഈ ഡാമിന്റെ ഒരു വിഷയത്തിൽ അതിന്റെ വൃഷ്ടിപ്രദേശത്തിന് താഴെ അധിവസിക്കുന്ന ജനങ്ങൾ നമ്മുടെ പരമാധികാര കോടതിയെ വിശ്വസിക്കുമോ?
നമ്മുടെ ഗവൺമെന്റുകളെ വിശ്വസിക്കുന്നു. നമ്മൾ ഏത് സിസ്റ്റം സത്യത്തിൽ നമ്മളില്ല പിന്നെ വെള്ളപ്പൊക്കത്തിന്റെ വിഷയമായിട്ടൊക്കെ വെച്ച് സംസാരിക്കുന്നത് പോലെ ആരോടാണ് ഉത്തരവാദിത്വം? സത്യത്തിൽ ഇതൊരു ചെറിയ വിഷയമാണോ ഇത്? എന്തുമാത്രം നമ്മുടെ സിസ്റ്റത്തിന്റെ ഒരു ഗതികേടിനെയാണ് ഈ അവസ്ഥയിലും വർഷങ്ങളായിട്ട് ഈ വിഷയം ഇപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ശ്രീ മനു, നമ്മൾ വളരെ ഖേദത്തോടെ പറയുകയാണ്, നമ്മുടെ കോടതികൾക്ക്, നമ്മളെ ഭരിക്കുന്ന നമ്മുടെ സർക്കാരുകൾക്ക് ഒന്നും ഇതിനൊരു പരിഹാരം ഇനിയും കാണാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ സിസ്റ്റങ്ങൾ നമ്മുടെ മുഖത്ത് നോക്കി പല്ലിളിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്, അവജ്ഞയോടുകൂടി. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ഗിരീഷ് കുമാർ എന്നോടൊപ്പം ചേരുന്നതുണ്ട് പാലക്കാട് നിന്ന്. ശ്രീ ഗിരീഷ്, ഈ മുല്ലപ്പെരിയാർ നിർമ്മിക്കുമ്പോൾ അതൊരു 50 വർഷത്തേക്ക് ആണ് അതിൻ്റെ കാലാവധി എന്ന തരത്തിലാണ് അത് അന്ന് നിർമ്മിച്ചത്. അതിനുശേഷം അത് മാറ്റി നിർമ്മിക്കേണ്ടി വരും എന്ന അന്ന് ധാരണയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 130 വർഷം കഴിയുമ്പോഴും അത് പുതിയൊരു ഡാം എന്ന ആശയം കേരളം മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് അംഗീകരിക്കപ്പെടുന്നില്ല. ഇത് കേരളത്തിന് ഈ നാടിനെ ബോധ്യപ്പെടുത്താൻ കഴിയുമോ ഗിരീഷ്? ഇത് വളരെയേറെ ഖേദകരമായ ഒരു സംഭവമാണ്. നമ്മുടെ ഈ ഡാമിന്റെ കാര്യത്തിൽ ഇരു മുന്നണികളും എടുക്കുന്ന നിലപാടുകൾ. അതായത് നമ്മളുടെ ഇവിടെ കേരളം മാറി മാറി ഭരിച്ച 2 മുന്നണികളാണ്. ഈ 2 മുന്നണികളും കൂടി ചേർന്ന് ഭരിച്ച ഒരു സമയത്താണ് വളരെയേറെ കേരളത്തിന് ദോഷകരമായ ഒരു തീരുമാനം എടുക്കേണ്ടായ. അതായത് ബ്രിട്ടീഷുകാര് 50 വർഷത്തിന് മാത്രമായിട്ട് കമ്മീഷൻ ചെയ്തിരുന്ന ഒരു ഡാം. അല്ല, അതിപ്പോ ഈ മുന്നണിയെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതിൽ ഒരു ഇരട്ടത്താപ്പാ കേട്ടോ ഗിരീഷ്. അതെ 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 ഇത് അല്ല, അങ്ങ് ഇതിലിപ്പോ ബി ജെ പി തമിഴ്നാട് ഘടകത്തിന്റെ നിലപാടെന്താണ്? BJP കേരള ഘടകത്തിന്റെ നിലപാടെന്താണ്? കോൺഗ്രസ് കേരള ഘടകത്തിന്റെ നിലപാടെന്താണ്? കോൺഗ്രസ് തമിഴ്നാട് ഘടകം. ഇത് രണ്ട് നിലപാടാണ്. അട്ടകളാണ് ഇവരെല്ലാം, അട്ടകളാണ്. അവരെവിടെയാണോ ഇരിക്കുന്നത് അവിടെ നിന്ന് ചോര കുടിക്കുന്ന അട്ടകളാണ്. അതിനത്രേ കാണാൻ കഴിയൂ. അതിപ്പോ നമ്മൾക്കൊരു നിലപാട് ഈ രാഷ്ട്രീയ പാർട്ടിക്കാര് തരാതരത്തിനനുസരിച്ച് എടുക്കുകയാണ്. പക്ഷെ ഇതിൽ ഏറ്റവും വിഷമകരമായ ഒരു സംഭവം എന്ന് വെച്ചാല് നമ്മുടെ നെഞ്ചത്ത് ബോംബും വെച്ച് അവരുടെ കയ്യിൽ റിമോട്ട് കൊടുത്തിരിക്കുകയാണ്. പണ്ട് CH സുധീരൻ മന്ത്രിസഭയില് ഈ കോൺഗ്രസും മാർക്സിസ്റ്റും കൂടി ചെയ്തിട്ടുള്ള ഒരു പരിപാടി. അന്ന് ആ മന്ത്രിസഭ എടുത്ത ഒരു തെറ്റായ തീരുമാനം, പണ്ട് ഈ ബ്രിട്ടീഷുകാർക്ക് ഈ ഡാം കമ്മീഷൻ ചെയ്യാൻ വേണ്ടി സ്ഥലം കൊടുത്ത തിരുവിതാംകൂർ മദ്രാസ് നിസാമിനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കരാറ്, ചെറിയൊരു കരാറ്, അത് അവിടുത്തെ കൃഷിക്കാർക്കും കർഷകരെയും മുൻപിലേക്കെടുത്തുകൊണ്ട് അവർക്ക് കൃഷി ചെയ്യാനുള്ള സൗകര്യത്തിനുണ്ടാക്കിയ ഒരു ഡാം. അതിലെ എന്താ പറഞ്ഞ നമുക്ക് അതിൽ കിട്ടേണ്ട കപ്പം പോലും കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. മനസ്സിലായില്ലേ? നമ്മൾക്ക് ഒരു ഘന അടി വെള്ളത്തിന് ഇത്ര രൂപ എന്നുള്ള കണക്കുണ്ട്. അതിനിപ്പോ കറക്റ്റായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്നുള്ളത് ഈ സർക്കാർ പരിശോധിക്കേണ്ട അവസ്ഥയാണ്. ഇപ്പൊ ഈ ഡാമിന്റെ ബലക്ഷയം വരുന്നു എന്ന് പറയുന്ന സമയത്തെല്ലാം തമിഴ്നാട് മന്ത്രിസഭ അവിടെ കൊണ്ടുവന്ന് ഡ്രില്ല് ചെയ്ത് തുളച്ച് അതിൽ കോൺക്രീറ്റ് മിശ്രിതങ്ങൾ ഇറക്കിക്കൊണ്ട് അത് ബലപ്പെടുത്തുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. എവിടെയെങ്കിലും ഒരു ചെറിയ ദൂരത്തിലൂടെ വെള്ളം ലീക്കേജ് ഉണ്ടായാൽ അത് അടയ്ക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇത് അവർ നിരന്തരം ഇത് ചെയ്യാനുള്ള ഒരു അവസരം കൂടി ഉണ്ടാക്കുന്നു. കേരളത്തിലെ പ്രതിനിധികൾ ഇത് നോക്കിയിരിക്കുന്ന ഒരവസ്ഥയാണ്. അവർ നോക്കുകുത്തികളാവുകയാണ്. അവരവരുടെ നിലപാടുകൾ പറയുന്നില്ല, മന്ത്രിസഭ പറയുന്നില്ല. ആ ഇടുക്കി ഡാമിന് പരിസരത്തിരിക്കുന്ന ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ ഇവരൊന്നും തന്നെ ചെയ്യുന്നില്ല. വ്യക്തമാണ്, താങ്കളുടെ പ്രതികരണം കൃത്യവുമാണ്. അപ്പോൾ എന്നോടൊപ്പം നിറയെ പേർ യൂട്യൂബിൽ ചേർന്നിരുന്നു. ഞാൻ പലരെയും അതിലേക്ക് എത്തുന്നേ ഉള്ളൂ. നമസ്കാരം എന്ന് എന്നോട് ഷിജു പറയുന്നു. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് പ്രൊവക്കേറ്റീവ് ഫോർ അസ് ബട്ട് നോട്ട് ഫോർ ദം. അങ്ങനെ ശ്രീ ഷിജുവിൻ്റെ മറുപടി അങ്ങനെ. അവരുടെ ആവശ്യം നമുക്ക് അനാവശ്യം ആയ ജഗതിയുടെ ആ ഒരു ഡയലോഗൊക്കെ അദ്ദേഹം ഓർമ്മിച്ച് പറയുകയാണ്. ഡോക്ടർ MP മണി എന്നോടൊപ്പം ചേരുന്നുണ്ട് യൂട്യൂബിൽ. അദ്ദേഹം പറയുന്നു 1886 ഒക്ടോബർ 29 മുല്ലപ്പെരിയാർ പാട്ടക്കര റദ്ദാക്കാനുള്ള നിയമ നടപടികൾ കേരള സർക്കാർ സ്വീകരിക്കണം എന്നാണ്. ഇത് വെറുതെ ഇതിങ്ങനെ ഒരു കാര്യവുമായില്ലാതെ ചർച്ച നടത്തിയിട്ട് ഇത് മുന്നോട്ട് പോകില്ല എന്ന് ഡോക്ടർ MP മണി പറയുന്നു. പക്ഷേ ഡോക്ടർ MP മണിയുടെ ആ
കാര്യം 1886 ഒക്ടോബറിലെ കരാറാണ്, അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നില. പക്ഷേ ഇതിലൊരു വലിയ പ്രതിസന്ധി ഡോക്ടർ MP മണി വന്നിട്ടുള്ളത് 1970 അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന C. അച്യുതമേനോൻ തമിഴ്നാടുമായി നടത്തിയ ചർച്ചയുടെ പശ്ചാത്തലത്തിൽ 1886 ആ പാട്ടക്കരാർ പുതുക്കാൻ തീരുമാനിച്ചു. അതിനുശേഷം തമിഴ്നാടിന് വേണ്ടി പൊതുമരാമത്ത് സെക്രട്ടറിയായ അന്നത്തെ തമിഴ്നാടിൻ്റെ പൊതുമരാമത്ത് സെക്രട്ടറി KS ശിവസുബ്രഹ്മണ്യവും കേരളത്തിന് സർക്കാരിന് വേണ്ടി വൈദ്യുതി സെക്രട്ടറി ആയിരുന്ന KP വിശ്വനാഥൻ നായരും ചേർന്ന് ഒരു കരാർ ഒപ്പുവെച്ചു. ആ പുതിയ കരാറിൽ 1886 കരാറിലെ എല്ലാ വ്യവസ്ഥകളും നിലനിർത്തുകയും ചെയ്തു. അപ്പോൾ അതാണ് അതിലെ ഒരു വലിയ പ്രതിസന്ധിയായി നമുക്കിപ്പോൾ മുന്നിൽ ഉള്ളത്. കിഷോർ കോന്നി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഹായ് എന്ന് പറയുന്നു. തമിഴ്നാട് ഭരണാധികാരികളെ തമിഴ് മക്കളെ സ്നേഹിക്കുകയും കേരള ഭരണാധികൾ സ്വന്തം കുടുംബത്തെ സ്നേഹിക്കുകയും ചെയ്യുന്നു എന്നാണ് പ്രമോദ് നാണുവിൻ്റെ പരിഹാസം. ഞാൻ ഇന്നലെ നമ്മുടെ ശ്രീ മുരളീധരൻ നായർ MN അന്വേഷിച്ചു. അദ്ദേഹം വന്നില്ല. പക്ഷേ ഇന്ന് അദ്ദേഹം ഉണ്ട്. അപ്പോൾ എനിക്കൊരു സന്തോഷം. ശ്രീ മുരളീധരൻ നായർ MN ഇന്ന് നമുക്കൊപ്പം ഉണ്ട്. മുല്ലപ്പെരിയാർ ചർച്ച വെച്ചതിൽ നന്ദി എന്ന് അമ്പാടി പറയുന്നത്. അമ്പാടിയുടെ ആവശ്യമാണ് നമ്മളിവിടെ ഇന്ന് ചർച്ചയ്ക്കെടുത്തത്. അമ്പാടിയാണ് ഇത് ചർച്ച ചെയ്യണം എന്നൊരു നിലപാട് ആദ്യം പറഞ്ഞത്. അപ്പോൾ ജയകുമാർ ഉണ്ട്, നമസ്കാരം എന്ന് എന്നോട് പറയുന്നു. സന്തോഷ് പരിപ്പായി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്, നമ്മുടെ കണ്ണൂർക്കാരനാണ്. കേരളവും തമിഴ്നാടും കേന്ദ്രവും ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കണം. അങ്ങനെ സംഭവിക്കട്ടെ, ജനങ്ങളുടെ ജീവനാണ്, അത് മറക്കരുത് എന്ന് കേരളം തമിഴ്നാടും എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. മുല്ലപ്പെരിയാർ വിഷയം പ്രധാനമാണ് എന്ന് എന്നോട് പ്രദീപ് പറയുന്നു. പ്രദീപല്ല, സോറി, പരീതാണ് കേട്ടോ. ഈ പ്രദീപ് എന്ന് പെട്ടെന്ന് ഞാൻ വായിച്ചാൽ പരീത് നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് ഇന്നലെ ഉണ്ടായിരുന്നു മുരളീധരൻ നായർ MN പറയുന്നത്. അപ്പോൾ ഇന്നലെ തിരുവനന്തപുരത്തൊക്കെ വന്നിട്ട് ആൾ കറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ MK ഷെഡ്ബി എന്നോട് പറയുന്നു സേവ് മുല്ലപ്പെരിയാർ, ഇറ്റ് ഈസ് എ ഗെയിം വിത്ത് ബില്യൺ പീപ്പിൾസ് ലൈഫ്സ് എന്ന് എന്നോട് പറയുന്നു. പ്രമോദ് നാണു, കേരളവും തമിഴ്നാടും ഭരിക്കുന്നത് കോൺഗ്രസ് മുന്നണികളല്ലേ എന്ന് എന്നോട് ചോദിക്കുന്നു. സുനിൽ കുമാർ ഉണ്ട്. പരീത് എന്നോടൊപ്പം ഈ വിഷയം ഗൗരവമായി ചർച്ച ചെയ്യണം എന്ന് പറയുന്നു. മണ്ണും ചാരി നിന്നവർ പെണ്ണിനെയും കൊണ്ടുപോയി എന്ന് പറഞ്ഞ പോലെ കേരളത്തിൻ്റെ അവസ്ഥ, ഡാമും വെള്ളവും സ്ഥലവും ഒക്കെ കേരളത്തിൻ്റെ അധികാരവും അവകാശവും ഒക്കെ തമിഴ്നാടിന്. ഇതിലെ വിരോധാഭാസം വിനാശകാലെ വിപരീത ബുദ്ധി എന്നേ പറയാനാകൂ എന്ന് പ്രസാദ് KV എന്നോട് ഓർമ്മിപ്പിക്കുന്നു. പങ്കജാക്ഷൻ പതിവ് പോലെ എനിക്ക് ഹൃദയങ്ങൾ പൂക്കൾ തരുന്നു. സുനിൽ ഉണ്ട്, എനിക്ക് അദ്ദേഹവും പൂക്കളും ഇതൊക്കെ അയക്കുന്നുണ്ട്. ശ്രീ കൃഷ്ണൻകുട്ടിയും എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. സുപ്രീം കോടതി ഒരു തീരുമാനമെടുക്കണം എന്ന് അമ്പാടി പറയുകയും ചെയ്യുന്നു. പ്രദീപ് എന്നോടൊപ്പം ഇടുക്കിയിൽ നിന്ന് ചേരുന്നു. പ്രദീപ്, ഇടുക്കിക്കാരുടെ ഒരു വലിയ ആശങ്കയാണ് മുല്ലപ്പെരിയാർ. പ്രദീപിന്റെ വീട് അതിന്റെ പരിസരത്തോ മറ്റോ ആണോ പ്രദീപ്? അടുത്തതിന് പക്ഷെ ഇത് കേൾക്കാൻ വേണ്ടിട്ട് വർഷങ്ങളായി പറഞ്ഞോണ്ടിരുന്ന കുറെ പോയി മരിച്ചും പോയി. അത് ശരി. ഈ പൊട്ടും പറഞ്ഞ് കുറെ നാളെ പറഞ്ഞോണ്ടിരിക്കുന്നു. അന്ന് പോയി പ്രശ്നം ഉണ്ടായപ്പോ തമിഴ്നാട്ടുകാരെ കേരളത്തിലും തല്ലിട്ട് കട്ടായം കൂടെ കുമലിയരം തല്ലിയിട്ട് അവിടെ ഉണ്ടായിരുന്ന കടക്കാരൊക്കെ തല്ലി ഇങ്ങോട്ട് ഓടിച്ചു. കേരളക്കാർക്ക് യാതൊരു വിലയില്ലെന്നേ. അതല്ല, അങ്ങനെ ആ പ്രശ്നം ആ നിലയിലേക്ക് വളരാൻ നമ്മൾ അനുവദിച്ചുകൂടാ. അത് കേരളവും തമിഴ്നാടും എന്ന സംസ്ഥാനത്തിലെ രണ്ട് സംസ്ഥാനത്തെ ജനങ്ങൾ തമ്മിലുള്ള ഒരടിയായി അത് വരാൻ പാടില്ല. അങ്ങനെ വന്നാൽ അത് തല്ലി ഓടിച്ചു. കേരളക്കാരെ അവർക്ക് കണ്ണി കാണാൻ വരാം. അവിടെ കടക്കാരൊക്കെ ഓടിച്ചും കൂടി വിട്ടു, തല്ലി നാശാക്കി കളഞ്ഞു. അങ്ങനെ ഞാൻ അന്ന് ഈ വിഷയമൊക്കെ ഉണ്ടായ ഘട്ടത്തിൽ നമുക്ക് ഓർമ്മയുണ്ട്, അവിടുത്തെ മലയാളികളായ ചില കർഷകരുടെ തെങ്ങുംതോപ്പൊക്കെ വെട്ടി കടക്കാരൊക്കെ തല്ലി ഓടിച്ച് കടയൊക്കെ തകർത്ത് കളഞ്ഞു. അടി മേടിച്ച് ഈ അതിഥിയർ തല്ലി, എന്നിട്ടും ഇവിടെ ഉള്ളവർ നോക്കിക്കൊണ്ട് വന്നു. അല്ല, നമുക്കതിനെ അതേ നാണയത്തിൽ തിരിച്ച് അങ്ങനെ നമ്മൾ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു തർക്കമായിട്ട് വരുമ്പോൾ അതേ നാണയത്തിൽ തിരിച്ചടിക്കുക എന്നുള്ളതല്ല, നമ്മൾ കുറെ കൂടി അതിൽ സംയമനം പാലിച്ചുകൊണ്ട് നമ്മൾ സമാധാനത്തിന്റെ ഒരു വഴി. എത്ര വർഷമായി പൊട്ടും എന്ന് പറഞ്ഞത്. ഇത് കുറെ പാർട്ടികൾ ഇതിനകത്ത് ഇടനിൽക്കുന്നുണ്ട്, കുറെ ഈ മുതലെടുക്കാൻ വേണ്ടിട്ട്. അവര് ഇതിന്റെ കുറെ നടപ്പുണ്ട്. ഇത് പൊട്ടുമ്പോ ആളുകളെ പേടിപ്പിക്കാൻ വേണ്ടി അതിനകത്ത് കുറച്ച് ആൾക്കാർ അങ്ങനെ മുതലെടുക്കാൻ കുറെ ആൾക്കാർ നടക്കുന്നുണ്ട്. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇടുക്കിയിലെ ജനങ്ങളുടെ ഒരു പൊതു ആശങ്ക എന്താണ്? അത് കുഴപ്പമില്ലെന്നാണോ? അത് കുറച്ചുപേർക്ക് ആശങ്കയുണ്ട്, ബാക്കി കേട്ടിട്ട് മടുത്താന്നേ. ആശങ്കയില്ല എന്നാണ്. ആശങ്കയില്ല, ചിലർക്ക് മാത്രമേ ഉള്ളൂ. ശരി, ഓക്കെ, കൃത്യമാണ്. അപ്പോൾ കാർത്തിക് KV എന്നോട് പറയുന്നു പൊട്ടിയാൽ അപ്പം മാത്രം പ്രതികരിച്ച് മതി എന്നാണ് ചിലരുടെ മനോഭാവം എന്ന് പറയുന്നു. അപ്പോൾ പിന്നെ തിരുവനന്തപുരത്ത് ഇരിക്കുന്നവർക്കും ഡാം കാണാത്ത ജഡ്ജിമാർക്കും ഒന്നും സംഭവിക്കില്ല. ഇവർ ഈ മഴക്കാലത്ത് ഒരു ദിവസം ഡാമിൻ്റെ സമീപത്ത് എത്തിക്കണമെന്നാണ് സുനിലിൻ്റെ അഭിപ്രായം. ഓക്കെ, നാച്ചുറൽ ലാൻഡ് എന്നോട് പറയുന്നു മുല്ലപ്പെരിയാർ പൊട്ടിയാൽ 5 ജില്ലകൾ ഏതെങ്കിലും ഒരു കാലത്ത് ചെളിമൂടി ഒരു
ഒരു ചുവട് നടക്കാൻ സാധിക്കാത്ത അവസ്ഥ വരും എന്ന് പറയുന്നു. നമ്മുടെ വിശാല മനസ്കതയാണ് ചിലർ മുതലെടുക്കുന്നത് എന്ന് ശ്രീ കൃഷ്ണൻകുട്ടി ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ നിരവധി ആളുകൾ എന്നോടൊപ്പം യൂട്യൂബിൽ ചേരുന്നു. ശ്രീ ദിവാകരൻ തലശ്ശേരിയിൽ നിന്ന്. ശ്രീ ദിവാകരൻ. സാറേ, വീണ്ടും കണ്ടതിൽ സന്തോഷം. പിന്നെ സാറേ, പിന്നെ അതായത് 130 വർഷത്തിന്റെ അപ്പുറം അന്ന് പിന്നെ ബ്രിട്ടീഷുകാര് പിന്നെ നിർമ്മിച്ചതാ. അന്ന് പിന്നെ സാങ്കേതികമായിട്ടുള്ള മറ്റുള്ളൊന്നുമില്ല. പക്ഷെ അന്നത്തെ നിർമ്മിതി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ഞാനിപ്പോ ഒരു ബിൽഡിംഗ് എടുക്കുന്നിടത്ത് തന്നെ ഞാൻ ACC സിമെന്റാ മേടിക്കുക. അതിൽ ബെസ്റ്റ് ബിഫോർ 3 months ഫ്രം ഡേറ്റ് ഓഫ് പാക്കിങ് ഞാൻ നോക്കും. പിന്നെ ചന്തിയല്ലാലും വീട് നമ്മൾ എവർലാസ്റ്റ് ആയിട്ട് എടുക്കുന്ന. അതേപോലെ കമ്പി ഞാൻ ടാറ്റയും ചെയ്യാൻ നോക്കിയെടുത്ത് ഇപ്പൊ ഒരു വീട് നിർമ്മിച്ചിന് ആ രീതിയിലാണ് ഞാൻ നീങ്ങുന്നത്. അപ്പൊ വീട് പണി പൂർത്തിയായോ? കംപ്ലീറ്റ് ആയി സാറേ. പിന്നെ 10-68 ലക്ഷം ഏകദേശം ചെലവായി. ഞാൻ വിദേശത്തെല്ലാം പ്രോഗ്രാമെല്ലാം പോയിട്ടെല്ലാം ആക്കിയത്. കേസറ്റ് ഹോൾസെയിൽ ആയിട്ടെല്ലാം ഞാൻ സ്വന്തം ആക്കിയതാ. പിന്നെ 68 ലക്ഷം രൂപയുടെ വലിയ വീടാണ് വെച്ചേക്കണേ. 68 ലക്ഷം. ഇത്രയും വലിയ വീടൊക്കെ വേണോ നമുക്കൊരാൾക്ക്? പിന്നെ ഞനക്ക് മോക്ക് വേറെ വീടുണ്ട്. അവള് ഓസ്ട്രേലിയയില. അവള് ഡോക്ടറിൻ ഫാർമിലും കഴിഞ്ഞിട്ട് ഓസ്ട്രേലിയയിലെ ഭർത്താവോടെ. പിന്നെ ഞാൻ ചോദിക്കുന്നത് ശ്രീ ദിവാകരന്റെ വീട്ടിൽ എത്ര ആളുണ്ട്? ഞാൻ മാത്രം. പിന്നെ അതാ ഞാൻ ചോദിക്കുന്നത്, ഈ ഒരാൾക്ക് 68 ലക്ഷം രൂപയുടെ വീട് അത് വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ലത് തന്നെ, ആളുകൾക്ക് ജോലി കിട്ടും, കുറേ സാധനങ്ങളും. പക്ഷേ അത് ഒരു ആകെ ബേജാറായി പോകില്ല ഇത്രയും വലിയ വീട്ടിൽ ഒറ്റയ്ക്ക്? അത് 122 സ്ക്വയർ ഫീറ്റേ ഉള്ളൂ. പിന്നെ ഞാനൊന്ന് കുറച്ച് ബെറ്റർ ആയത്, അതായത് മോളെ മക്കൾ 122 സ്ക്വയർ ഫീറ്റോ? 122 സ്ക്വയർ ഫീറ്റ് ഞാൻ മൂന്നാമത്തേലും ആക്കിയില്ല. അങ്ങനെ അങ്ങനെ മൊത്തം 122. അല്ല സോറി, 1000 സോറി പറയുമ്പോൾ തെറ്റിപ്പോയതാ. 1200 ചില്ലാണോ? 1200 സ്ക്വയർ ഫീറ്റ് ഉള്ള 3 നില കെട്ടിടം. അപ്പം 3 തട്ടിന്റെ രീതിയിലാണ് ഒരാൾക്ക് ഒറ്റയ്ക്ക് താമസിക്കാൻ. മോക്ക് അവര് വരുമ്പോ ഇടയ്ക്ക് താമസിക്കാം അല്ലേ? അങ്ങനെ ഓസ്ട്രേലിയയില്ല സാറേ. ഓക്ക് 3 മക്കളുണ്ട്. അപ്പൊ ഏതെങ്കിലും കാലം 3 മക്കൾക്ക് 3 നിലയിൽ ഒരു ഇത് കൊടുത്തത്. ഇപ്പൊ 75 വയസ്സായില്ല. അപ്പൊ ഇനി എന്റെ കാലശേഷം ആഫ്റ്റർ ഡെത്തിന് ശേഷം ഓർക്ക് ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് വെച്ചിട്ട് എന്താ റെന്റിനെല്ലാം കൊടുത്തോട്ടെ എന്നുള്ള. ഈ ഓസ്ട്രേലിയയിൽ ഇരിക്കുന്ന പേരക്കുട്ടികളൊക്കെ ഇങ്ങോട്ട് വരാൻ താല്പര്യപ്പെടുന്നുണ്ട്. എന്താ അവര് പറയുന്നത്? 8 ലക്ഷം രൂപ വേണം അപ്പ് ആൻഡ് ഡൗണിന് യാത്രക്ക്. അന്ന വിളിച്ചിന് ഒരിക്കൽ പോയിന്. പിന്നെ രണ്ടാമതും പോയി ഞാൻ പറഞ്ഞു എന്തിനാപ്പാ പൈസ കൊടുക്കുന്നത്. പൈസയൊക്കെ പോട്ടെ, ഇടയ്ക്ക് നമ്മള് ഓസ്ട്രേലിയയിലൊക്കെ പോയി കുറെ കാങ്കുറുകളെയും കങ്കാരുവിനെല്ലാം കാണണ്ടല്ലോ. എന്തായാലും അവിടെ നല്ല വിസ്തൃതമായ ഒരു സ്ഥലം, നല്ല ഭരണം കർത്താക്കള്, അവിടെയുള്ള ജനങ്ങളെല്ലാം നല്ല സൗകര്യം, നല്ല സ്നേഹത്തിൽ ജീവിക്കുന്ന. പിന്നെ ഏതായാലും സന്തോഷം. ശ്രീ ദിവാകരൻ ഓസ്ട്രേലിയയിൽ പോയി കാങ്കുറുകളെ കണ്ടു, കിവികളെ കണ്ടു, എല്ലാം സന്തോഷം. ശരി. അടുത്ത് വന്നിന് നമ്മള് അതും അടുത്ത് മനുഷ്യനായിട്ട് മെരുകിയ. പക്ഷെ അവിടുത്തെ ക്ലൈമറ്റ് നമുക്ക് ഒരു സ്വെറ്റർ ഇട്ടാ തീരുന്നല്ലേ ഉള്ളൂ. കൂടുതലാകുമ്പം സാറേ ക്ലൈമറ്റ് നമുക്ക് അങ്ങനെ പിടിക്കൂല. നമ്മൾ അവിടെ നിന്നോക്കുമ്പോൾ സെറ്റ് ആവും. ശരി, ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ ഏതായാലും സന്തോഷം വീണ്ടും സംസാരിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ശ്രീ അജിത് കുമാർ എന്നോട് പറയുന്നത് ഇതിൽ കോൺഗ്രസ് എവിടെ, CPM എവിടെ, BJP എവിടെ ഇരിക്കുന്നു എന്നതല്ല. ഇത്രയും കാലം കേരളത്തിലെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നവർ കേരളത്തിലെ ജനങ്ങളോടുള്ള നട്ടെല്ലിൻ്റെ ബലക്ഷയമാണ് കാണിക്കുന്നതെന്നാണ് അജിത് കുമാർ പറയുന്നത്. ഒരു ഡാമിനെ കൺസ്ട്രക്ട് ചെയ്താൽ എന്താ, ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്താൽ എന്താ കുഴപ്പം എന്ന് പറയുന്നു. ഇടുക്കിയിൽ നിന്ന് കുമളി ഇരിക്ക് എന്ന് പറയുന്നു രാജ കുമളിക്കാരനാണ്. വെരി ഗുഡ്. അപ്പോൾ കുമളിയിലാണെങ്കിൽ അവിടെ കുറെ കൂടി പ്രതിസന്ധിയുള്ള സ്ഥലം, കുറച്ചും കൂടി അടുത്ത് കിടക്കുകയാണ് മുല്ലപ്പെരിയാറിന്. അപ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ തമിഴ്നാട് ഭരണാധികാരിയും കേരളം ഭരിക്കുന്നവരും ഒരുപോലെ കൈകോർക്കണമെന്ന് പറയുന്നു. മറിയാമ്മ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പോൾ മറിയാമ്മയ്ക്ക് എൻ്റെ ആശംസകൾ. മോൻസാക്ക് എന്നോട് പറയുന്നു ഇതുപോലുള്ള വിഷയങ്ങൾ 2 സംസ്ഥാനങ്ങൾക്കും ഇതൊരു പൊളിറ്റിക്കൽ വെപ്പണായി ഉപയോഗിക്കാനാണ്. ഒറ്റയടിക്ക് ഇത് ഒത്തുതീർന്നാൽ പിന്നെ എന്ത് ചെയ്യും എന്ന് ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഐസേൽ ഉസ്മാൻ ബിൻ എന്നോട് പറയുന്ന എറണാകുളം അവധിയുണ്ടോ? ഈ ഐസ്മേൽ ഉസ്മാദീനൊക്കെ നാളത്തെ അവധിക്ക് ഇപ്പോഴേ അന്വേഷണം തുടങ്ങി. ഏതായാലും ഞാനൊരു ചെറിയ ഇടവേള എടുത്ത് മടങ്ങി വരാം. പെട്ടെന്ന് വരാം. ഷോർട്ട് ബ്രേക്ക്. മഴ പെയ്യുന്ന ഒരു സായാഹ്നം, ഹൈവേയിലൂടെ സുഖകരമായ ഒരു യാത്ര, കാറിനുള്ളിൽ നേരിയ സംഗീതം പ്ലേ ചെയ്യുന്നുണ്ട്.
മഴത്തുള്ളികൾ വിൻഷീൽഡിൽ വന്ന് പതിക്കുന്ന താളത്തിനൊപ്പം വാഹനം സുഗമമായി മുന്നോട്ട് കുതിക്കുന്നു. പെട്ടെന്ന് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സ്റ്റിയറിംഗ് വല്ലാതെ ഭാരം കുറഞ്ഞതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. ഒരു കളിപ്പാട്ട കാർ ഓടിക്കുന്നത് പോലെ വളരെ ലാഘവത്തോടെ സ്റ്റിയറിംഗ് തെന്നി മാറുന്നു. ബ്രേക്ക് ചവിട്ടിയാലും വാഹനം നിൽക്കുന്നില്ല. പകരം നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ട് ഒരു തെന്നി നീങ്ങലിലേക്ക് വാഹനം വഴിമാറുന്നു. ഏതൊരു വിദഗ്ധനായ ഡ്രൈവറെയും ഭയപ്പെടുത്തുന്ന, ജീവൻ പണയം വെക്കേണ്ടി വരുന്ന ഈ ഭയാനകമായ ചില സെക്കൻഡുകളെയാണ് ഹൈഡ്രോപ്ലേനിംഗ് അഥവാ അക്വാപ്ലേനിംഗ് എന്ന് വിളിക്കുന്നത്. ഒരു സാധാരണ മഴക്കാല ഡ്രൈവിങ്ങിനെ വലിയൊരു ദുരന്തത്തിലേക്ക് നയിക്കാൻ കെൽപ്പുള്ള ഈ ശാസ്ത്രീയ പ്രതിഭാസത്തെക്കുറിച്ച് ഓരോ ഡ്രൈവറും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നിരത്തുകളിൽ ഒരു വാഹനം മുന്നോട്ട് കുതിക്കുന്നതും നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് കൃത്യമായി ബ്രേക്ക് ചെയ്ത് നിർത്താൻ കഴിയുന്നതും സ്റ്റിയറിംഗ് ഉപയോഗിച്ച് വളവുകൾ തിരിയുന്നതുമെല്ലാം വാഹനത്തിന്റെ യാന്ത്രിക സംവിധാനങ്ങളുടെയും എഞ്ചിന്റെയും മാത്രം കഴിവുകൊണ്ടല്ല. ഇതിനെല്ലാം ആധാരം ടയറും റോഡും തമ്മിലുള്ള ഘർഷണം അഥവാ ഫ്രിക്ഷനാണ്. മിനുസമുള്ള ഒരു തറയിൽ എണ്ണയൊഴിച്ചാൽ നമുക്ക് നടക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ നമ്മുടെ പാദങ്ങളും തറയും തമ്മിലുള്ള ഘർഷണം പൂർണ്ണമായും നഷ്ടപ്പെടുന്നു. ഇതേ ഭൗതിക ശാസ്ത്രം തന്നെയാണ് ഹൈഡ്രോപ്ലേനിങ്ങിലും സംഭവിക്കുന്നത്. മഴയത്ത് റോഡിൽ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ വേഗത്തിൽ വരുന്ന വാഹനത്തിന്റെ ടയറിനും റോഡിനുമിടയിൽ ആ വെള്ളം ഒരു നേരിയ പാളിയായി രൂപാന്തരപ്പെടുന്നു. സാധാരണഗതിയിൽ ടയറുകളിലെ ചാലുകൾ അഥവാ ത്രെഡുകൾ ഒരു പമ്പ് പോലെ പ്രവർത്തിച്ച് ഈ വെള്ളത്തെ വെളിയിലേക്ക് തെറിപ്പിച്ച് റോഡുമായുള്ള സമ്പർക്കം നിലനിർത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ വേഗത കൂടുമ്പോൾ ഈ പമ്പിംഗ് പ്രക്രിയ പരാജയപ്പെടുകയും കാര്യങ്ങൾ കൈവിട്ട് പോവുകയും ചെയ്യുന്നു. വാഹനത്തിന്റെ വേഗത ഒരു നിശ്ചിത പരിധി കടക്കുമ്പോൾ ടയറുകൾക്ക് പുറന്തള്ളാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം അതിനടിയിലേക്ക് ഇരച്ചു കയറുന്നു. വെള്ളം കംപ്രസിബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ ഈ അതിമർദ്ദം കാരണം ടയറുകൾ റോഡിൽ നിന്നും അക്ഷരാർത്ഥത്തിൽ മുകളിലേക്ക് ഉയർത്തപ്പെടുന്നു. അതായത് ആയിരക്കണക്കിന് കിലോഗ്രാം ഭാരമുള്ള നിങ്ങളുടെ വാഹനം റോഡിലല്ല, പകരം ഒരു നേരിയ ജലപാളിക്ക് മുകളിലൂടെയാണ് അപ്പോൾ സഞ്ചരിക്കുന്നത്. റോഡുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന ഈ അവസ്ഥയിൽ ബ്രേക്കിങ്ങും സ്റ്റിയറിംഗും ആക്സിലേറ്ററും പൂർണ്ണമായും നിർജീവമാകുന്നു. ഡ്രൈവർക്ക് വാഹനത്തിലുള്ള നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെടുകയും വാഹനം ഓക്കെ, അപ്പോൾ നമ്മുടെ പൊതുവേദി തുടരുകയാണ്. അപ്പോൾ എന്നോട് ചിലർ ഒക്കെ ഗുണ്ടൽപേട്ട് സംഭവത്തെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്ക് അത് ഞാൻ ഒന്നും കൂടി കൺഫേം ചെയ്യാം. വേണുഗോപാൽ എന്നോട് ചോദിക്കുന്നു, എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അതുപോലെ മനു എക്സ്പോസ് ഗിരീഷ് ബാഡ് പൊളിറ്റിക്കൽ ത്രാഷിംഗ് എന്ന് ഷിജു എന്നോട് പറയുന്നു. ഗുഡ് ഈവനിങ് മനു എന്ന് എന്നോട് സുനിൽ ജോസഫ് പറയുന്നു. സുനിൽ ജോസഫ് എനിക്ക് പൂക്കളൊക്കെ തരുന്നുണ്ട്. സുനിൽ ജോസഫിന് എൻ്റെ സന്തോഷം. വേണുഗോപാൽ എന്നോടൊപ്പമുണ്ട്. രാജയുണ്ട്. രാജ ഹലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കുറേ പേർ എന്നോടൊപ്പം ചേർന്നവരുടെ കമൻറ്റുകൾ ഞാൻ ചിലരുടെയൊക്കെ വിട്ടുപോയെങ്കിൽ ക്ഷമിക്കണം. സയാൻ മാലിക് പാലക്കാടിന് നാളെ അവധിയുണ്ടോ എന്ന ചോദ്യവുമായി വന്നിട്ടുണ്ട്. സയാൻ മാലിക്, ഈ സ്കൂളിൽ പോകുന്നതിന് ഇങ്ങനെ മടിക്കുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പാലക്കാടിന് ഇതുവരെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല നാളെ നിങ്ങൾക്ക് അവധി കിട്ടും എന്ന്. അതുകൊണ്ട് നല്ല മിടുക്കനായിട്ട് സ്കൂളിൽ പോകാൻ നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇടുക്കിയിലെ മുല്ലപ്പെരിയാർ പ്രശ്നം ജൂൺ ജൂലൈ തുടങ്ങും. മുല്ലപ്പെരിയാർ വന്നേക്കും. അതിനുശേഷം ഉള്ള പെരിയാറിനെ കുറിച്ച് ആരും സംസാരിക്കില്ല. 152 ജലനിരപ്പ് കൂട്ടിയാൽ നമ്മൾ കേരളത്തിലും തമിഴ്നാട്ടിലും എന്തോ അതങ്ങനെ രാജ അങ്ങനെ പോയി അവിടെ നിർത്തുകയാണ്. ടുഡേ ഐ എം ഗോയിങ് ടു കൊച്ചി എന്ന് എന്നോട് സിറിൽ പറയുന്നു. മിർട്ടിൽ സിറിൽ. അപ്പോൾ സിറിൽ ഇന്ത്യക്ക് പുറത്താണ്, അവിടുന്ന് കൊച്ചിയിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത്. സ്യാൻ മാലിക് എന്നോടൊപ്പം ഉണ്ട്, അയാളും ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഓസ്ട്രേലിയയിലെ കാര്യമൊക്കെ എന്നോട് ഒരു പ്രേക്ഷകൻ പറയുന്ന 1 കോടി രൂപയൊക്കെ ഒരു ശരാശരി വീട് വയ്ക്കാൻ ചിലവാകുന്നതാണ്. ഞാനിപ്പോൾ ശ്രീ ദിവാകരൻ്റെ വീട് വെക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ, അപ്പോൾ എനിക്കറിയില്ല കേട്ടോ, ഞാൻ വീട് വയ്ക്കാത്തതുകൊണ്ട് എനിക്ക് എത്രയാവും വീട് വയ്ക്കാൻ അറിയില്ല. ഇങ്ങനെ ആളുകൾ പറഞ്ഞു കേൾക്കുന്നതേ അറിയുള്ളൂ. 1 കോടി രൂപയൊക്കെ ആവുമെങ്കിൽ അടുത്ത കാലത്തൊന്നും ഒരു വീട് നമുക്കൊന്നും വെക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ കുറേ നാളുകളായി കേരളം ഗവൺമെൻറ് പറയുന്നു തമിഴ്നാടിന് വെള്ളം, കേരളത്തിന് സുരക്ഷ എന്ന്. എന്നിട്ട് കേരളത്തിന് എന്ത് സുരക്ഷയാണുള്ളത്? തമിഴ്നാടിന് വെള്ളം കിട്ടുന്നുമുണ്ട് എന്ന് എന്നോട് CUD-NF പറയുന്നു. അപ്പോൾ ആചാര്യ ദിവാകരൻ വൈദ്യർ എന്നോടൊപ്പം ചേരുന്നത് ആലുവയിൽ നിന്നാണ്. ശ്രീ ആചാര്യ ദിവാകരൻ വൈദ്യർ. ദിവാകരൻ വൈദ്യരല്ല, വാദ്യാർ. ക്ഷമിക്കണം, എനിക്ക് തെറ്റിപ്പോയതാണ്. അങ്ങേ എനിക്കറിയാം, അങ്ങ് മുമ്പും പൊതുവേലിക്ക് വിളിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ഞാൻ എന്നോട് അന്ന് പറഞ്ഞു വൈദിക ജോലിയിലാണ് ചെയ്യുന്നതെന്നൊക്കെ. പക്ഷെ ഞാൻ ഈ പേരിലൊരു ചെറിയ, അങ്ങേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, പക്ഷെ പേരിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നു പോയി. ശരി, നമസ്കാരം. അതെ, ഞാൻ ഒരു ദിവസം വർഷങ്ങൾക്ക് മുൻപ് അവിടെ ആ സമരം നടന്നപ്പോ സമരത്തിന് പോയതാണ്. സന്ദർശിക്കാൻ പോയി? സമരം കാണാനോ? സമരം കാണാനല്ല, ഒപ്പം ഒരു ദിവസം മുഴുവനും
ജലപാനം പോലും ചെയ്യാതെ അവിടെ പോയി ഇരുന്നാണ് സമരത്തിന്റെ ഭാഗമായിട്ട്. അത് ശരി. സമരത്തിന്റെ ഭാഗമായിട്ട് അത് ശരി. അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇപ്പൊ ഈ പ്രശ്നം തീർക്കണമെങ്കിൽ തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും മുഖ്യമന്ത്രിമാര് തമ്മിൽ ആദ്യം ചർച്ച നടത്തിയിട്ട് പറ്റിയില്ലെങ്കിൽ കേന്ദ്രത്തെ കൂടി ഇടപെടിച്ച് ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ എറണാകുളം ജില്ല, ആലപ്പുഴ ജില്ലയുടെയും തൃശ്ശൂർ ജില്ലയുടെയും പകുതി വീതം പോകും, എറണാകുളം ജില്ല മുഴുവനും പോകും. അപ്പൊ കുറെ ആൾക്കാരുടെ മരണം കാണാനാണ് ഈ കോടതികൾ നോക്കിയിരിക്കുന്നത്, പ്രത്യേകിച്ച് സുപ്രീം കോടതി. ആ സുപ്രീം കോടതിയൊക്കെ കോടതി അങ്ങനെ മരണം കാണാൻ നോക്കിയിരിക്കുകയല്ല. അതിലൊരു ചെറിയ, ഞാൻ അതിനെക്കുറിച്ച് വിശദമായി നോക്കിയത് കൊണ്ട് ഞാൻ പറഞ്ഞത്, കോടതി മരണം കാണാൻ ഇരിക്കുകയില്ല. കോടതിക്ക് ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയുടെ ഒരു ഒപ്പീനിയനാണ് കോടതി എപ്പോഴും പരിഗണിക്കുക. അപ്പോൾ കോടതിക്ക് മുന്നിൽ ഹൈപ്പവർ കമ്മിറ്റികൾ ഒക്കെ പലപ്പോഴും ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റിപ്പോർട്ടുകൾ കൊടുക്കുമ്പോഴൊക്കെ ഈ ഹൈപ്പവർ കമ്മിറ്റി അല്ലെങ്കിൽ ഈ ഉന്നതാധികാര സമിതി എന്ന് പറഞ്ഞ് നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ, എംപവേർഡ് കമ്മിറ്റി. ഈ എംപവേർഡ് കമ്മിറ്റിയൊക്കെ മുല്ലപ്പെരിയാർ സുരക്ഷിതമാണ്, കുഴപ്പമില്ല എന്ന നിലപാടാണ് കൊടുത്തത്. അപ്പോൾ കോടതി അല്ലാതെ മനുഷ്യരങ്ങ് മരിച്ചോട്ടെ എന്ന് വിചാരിച്ചിരിക്കുക. കോടതിക്കൊരു നിലപാടെടുക്കാൻ കഴിയുന്നത് ഈ കമ്മിറ്റികൾ പഠനം നടത്തി കൊടുക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ. അവിടെയാണ് ഈ ആശങ്ക വരുന്നത്. അപ്പോൾ ഈ കേരളം വലിയ തോതിൽ അങ്ങൊക്കെ അന്ന് 2011 അവിടെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി പോയത്. അന്ന് വലിയൊരു ആശങ്ക വന്നത് ഈ മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ അന്ന് ഈ ബാങ്ക്യാവോ എന്ന് പറഞ്ഞ ചൈനയിലൊരു ഡാം ഇങ്ങനെ ഇതുപോലെ പൊട്ടിയപ്പോൾ ഉണ്ടായ ഒരു ആശങ്ക നമ്മൾ കണ്ടതാണ്. എന്ന് വെച്ചാൽ ഈ ഒരു ഡാം പൊട്ടുന്നത് കൊണ്ട് ആ ഡാമിൻ്റെ വൃഷ്ടിപ്രദേശത്തുള്ള വെള്ളം അത് ഒഴുകുന്ന വഴിയിലേക്ക് മാത്രമല്ല, ഇതിപ്പോൾ ഒരുപക്ഷെ ഇടുക്കി ഡാമിനെ ബാധിക്കാം. അതിന് താഴെയുള്ള മറ്റ് ഡാമുകളിലേക്ക് ഈ ചളിയും മണ്ണും എല്ലാം ചെന്ന് പോകുമ്പോൾ ആ ഡാമും കൂടി തകരും. അങ്ങനെ ഈ ബോംബ് ആ ബോംബിനെ പൊട്ടിക്കുന്നു എന്നുള്ള തരത്തിൽ അത് പിന്നെ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും. ഒരു ഡാം അവിടുന്ന് വെള്ളമൊക്കെ ഒലിച്ചിറങ്ങി അടുത്ത ഡാമിലേക്ക് വന്ന് അവിടെയും ചെളിയും കല്ലും അതുമായി നിറയുമ്പോൾ ആ ഡാമിലെ വെള്ളവും ഈ ഡാമിലെ വെള്ളവും ഒക്കെ കൂടെ ഒഴുകാൻ തുടങ്ങും. അങ്ങനെയാണ് അത് പ്രതിസന്ധിയാവുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഈ ഇതിൻ്റെ ഡോക്ടർ ചീഫ് ജസ്റ്റിസ് എസ് ആനന്ദ് ഉൾപ്പെടെയുള്ളവർ ഇതിൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി ആ നിലപാട് സ്വീകരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ റിപ്പോർട്ട് കൊടുക്കണം, അവർക്ക് എന്തോ ലാഭങ്ങൾ ഉണ്ടായിട്ടാണ് അവർ അങ്ങനെയുള്ള റിപ്പോർട്ട് കൊടുക്കണേന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അല്പമെങ്കിലും വിവേകമുള്ളവരാണ് ആ റിപ്പോർട്ട് കൊടുക്കണമെങ്കിൽ ഇതിന്റെ പഴക്കം, ഒരു വസ്തുവിന് ഇത്ര കാലാവധിയുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ചല്ലേ ബാക്കി തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അതിന് വിവരമില്ലാത്തവരാണോ ഈ റിപ്പോർട്ട് കൊടുക്കണേ? ഭയങ്കര വിദ്യാഭ്യാസമുള്ളവരുമൊക്കെ ആണ് ഈ റിപ്പോർട്ട് കൊടുക്കണേന്നാണ് കേട്ടത്. അവർക്ക് എന്ത് വിദ്യാഭ്യാസം? സാമാന്യ ആൾക്കാർ പറയല്ലേ, തൂമ്പ കളയ്ക്കാൻ പോകുന്ന ആൾക്ക് പോലും ഒരു മാനദണ്ഡം കണക്കാക്കി എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ലേ? ഒരു പരിഹാരം. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ കോടതിയുടെയും കൂടി തെറ്റാണ്. കോടതി ശരിക്കും പറഞ്ഞ സുപ്രീം കോടതി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനങ്ങളാണ് മരിച്ചിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാന്ന് വെച്ചാൽ ആരെ കൊണ്ട് തീരുമാനിക്കും? ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ശ്രീ ഡേവിഡ് വിജയ് കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഡേവിഡ് വിജയ് ഗുജറാത്ത് നിരന്തരം സന്ദർശിക്കുന്ന ആളാണ്. അപ്പോൾ ഡേവിഡ് വിജയ്ക്ക് ഒരുപക്ഷെ ഈ കഥയൊക്കെ ഓർമ്മയുണ്ട്. 79 ഈ മച്ചു അണക്കെട്ടിൻ്റെ തകർച്ചയും അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ആശങ്ക അതങ്ങനെ കേരളത്തിലും വ്യാപിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അങ്ങനെയാണ് ഈ മുല്ലപ്പെരിയാർ 50 വർഷത്തേക്കോ 60 വർഷത്തേക്കോ ആണ് അന്ന് ഈ പെന്നിക്യുക്ക് ഇത് വിഭാവനം ചെയ്തത്. അത് കഴിഞ്ഞു, ഇപ്പോൾ 130 വർഷത്തിലേക്ക് കടക്കുന്നു. ഈ ആശങ്ക അസ്ഥാനത്തല്ല. പക്ഷേ ഇത് രണ്ട് സംസ്ഥാനങ്ങളുടെ ബന്ധത്തെ ബാധിക്കുമോ ശ്രീ ഡേവിഡ് വിജയ്? മനു, അതെന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമിഴ്നാട്ടിലുള്ള കുറെ ഈ വോസിഫറസ് എന്ന് പറയും ഇംഗ്ലീഷിൽ, അതിന്റെ മലയാളം എന്താണെന്ന് എനിക്കറിയാം. വോസിഫറസ് പൊളിറ്റീഷ്യൻസ് ഉണ്ട്, ചില വൈക്കോ എന്നൊക്കെ പറഞ്ഞ പാർട്ടീസ് ഒക്കെ അവിടെ വന്നിട്ട് തമിഴ്നാടിനെ കുത്തിപ്പൊക്കി അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവരുടേതായ ഇമേജ് വെക്കുന്ന. അല്ലാതെ സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം കേരളം ഒരിക്കലും അവിടേക്കുള്ള വെള്ളം പിടിച്ചു വെക്കില്ല എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടേക്ക് പോകുന്ന വെള്ളം കൊണ്ട് വേണം അവർക്ക് കൃഷി നടത്താനും അവരുടെ കാര്യങ്ങൾ നോക്കാനും. കേരളത്തിന് ആ വെള്ളം ആവശ്യമില്ല. കാരണം അവിടെ നേരെ ഇടുക്കി, പിന്നെ അത് കഴിഞ്ഞാൽ മാക്സിമം കറണ്ട് ഉണ്ടാക്കും, പിന്നെ അത് കടലിൽ ചെന്ന് ചേരുമല്ലോ. കേരളത്തുകാർക്ക് അതിനെ കൃഷിയും എല്ലാം അന്യസംസ്ഥാനത്തു നിന്ന് വരണമല്ലോ. പിന്നെ ഇത് ചില പഠിപ്പുള്ളവർ പോലും ഈ അനാവശ്യം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇംഗ്ലീഷ് ചാനലിൽ ഏതൊരു ശ്രീ ഡേവിഡ് വിജയ് ഇപ്പൊ അങ്ങ് തന്നെ സൂചിപ്പിച്ചല്ലോ, ഇത് ഒരു എന്താണ് വൊസിഫറസ് പൊളിറ്റീഷ്യൻസിന്റെ
ഒരു നടപടിയാണ്. അത്രേ എന്നുവെച്ചാൽ ഉള്ളൂ. ഒച്ചയും ബഹളവും ഒക്കെ അവരുണ്ടാക്കുന്നത് അത്ര നമുക്ക് ഉണ്ടാക്കുന്നതാണല്ലോ ഈ വസിഫറസ് എന്ന് പറയാം. അപ്പൊ അതുപോലെ ഉണ്ടാക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നതാണോ? അല്ല, നമ്മളാ കൾച്ചർ അല്ല ഇവിടെയുള്ള തമിഴ്നാട്ടുകാരും അല്ല, പക്ഷെ അതിൽ വേറൊരു കാര്യമുണ്ട് കേട്ടോ. വേറൊരു കാര്യം ഞാൻ അങ്ങ് മനസ്സിലാക്കണം. നമ്മൾ ഈ വെള്ളത്തിനെ കാണുന്നത് പോലെയല്ല തമിഴ്നാട്. അവർക്ക് അവരത് യൂസ് ചെയ്യുന്നത് പോലും നല്ല രീതിയിലാണ് കേട്ടോ. ജലം അവിടെ പാഴാക്കാതെ അവർ അത് യൂസ് ചെയ്യുന്ന രീതി, ആ വെള്ളത്തെ അവർ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് കാണുന്നത്. മാത്രമല്ല നമ്മുടെ പെരിയാറിന്റെ അവസ്ഥ ഇപ്പൊ എന്താണ്? അല്ല, നമ്മുടെ എന്താ ഇവിടുത്തെ നമുക്കത് വേറൊരു ഡാം കെട്ടാന്ന് പറഞ്ഞാൽ രണ്ടു കൂട്ടരും കൂടി സഹകരിച്ചതിൽ ഓണർഷിപ്പ് വേണമെങ്കിൽ അവർക്ക് കൊടുക്കട്ടെ. അതിലെന്താ ഇത്ര വലിയൊരു തെറ്റ്? പിന്നെ വേറൊരാള് തമിഴ്നാട്ടിന് വേണ്ടി സംസാരിക്കുന്ന ചില വലിയ ആളുകളുണ്ട്. ഹലോ, കേൾക്കുന്നുണ്ടോ? തമിഴ്നാട്ടിന് വേണ്ടി ഒരു വിവരമുള്ള ഒരാൾ പറയുന്നത് കേട്ട്. ഞാൻ ആന്ധ്രയിൽ ഇരുന്നിരുന്ന ഗോദാവരി മഹാരാഷ്ട്രയിൽ നിന്നെങ്ങാണ്ടാ ഉത്ഭവിക്കുന്നത്. അത് യാനം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് പെദ്ദാവരി അവിടെ വന്നിട്ടാണ് കടലിൽ ചേരുന്നത്. അപ്പൊ ഉടനെ ഒരു ചങ്ങാതി പറയും അതിന്റെ അകത്ത് എത്ര ഡാം ഉണ്ടെന്ന് അറിയാമോ, ഇതിലും പഴക്കമുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അത് അയാളുടെ ആർഗ്യുമെന്റ് ഇറ്റ് ഈസ് നോൺസെൻസ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് എത്ര കിലോമീറ്ററുകളാണ് ഒഴുകി മഹാരാഷ്ട്ര കടന്ന് കോസ്റ്റലാന്ധ്രയിൽ വന്ന് ആ രാജമന്ത്രി വലിയൊരു പാലത്തിന്റെ അടിയിൽ കൂടി ചെന്ന് അവിടെ പെദ്ദാപുരം, പിന്നെന്താണ് സ്ഥലത്തിന്റെ പേര് ഞാൻ മറന്നതല്ലേ, യാനം എന്ന് പറഞ്ഞ യൂണിയന്റെ ഒക്കെ ഉണ്ട്. അതിന്റെ അവിടെ ചെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഗോദാവരി ചെന്ന് ചേരുന്നേ. അപ്പൊ അവിടെ നിന്നൊക്കെ ഒഴുകി വരുമ്പോഴേക്കും സമയം എടുക്കും. ഇത് അതുപോലെയല്ല. ഇത് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഞാൻ ഒരു സിവിൽ എഞ്ചിനീയർ ഒന്നുമല്ല, ഇലക്ട്രിസിറ്റി ബോർഡിൽ ഒരാൾ പറഞ്ഞതാണ് അത് ഇറ്റ് വിൽ ബി ഹൈലി ഡിസാസ്ട്രസ്. ഇടുക്കി ഡാം വരെ പൊട്ടാൻ അത് മതിയെന്ന്. അപ്പൊ എന്തായാലും ആ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞപ്പോൾ ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനത്തെ ചില വ്യക്തികളാണ് അവിടുത്തെ സുപ്രീം കോടതിയിൽ ആർഗ്യൂ ചെയ്യുന്നത്. ഇപ്പൊ ഗുജറാത്തിലെ മോർബി ദുരന്തം എന്ന് പറഞ്ഞ മനു കേട്ടിട്ടുണ്ടോ? മോർബി ഡാം. അത് മോർബി എന്ന് പറയുന്നത് സൗരാഷ്ട്രയിലെ പാരീസ് എന്ന് അവിടുത്തെ വിളിച്ചിരുന്നത്. ആ മോർബിയിലെ വോളണ്ടിയർ ആയിട്ടൊന്നും ഒരു RSSകാരനായ ചെറുപ്പക്കാരനായിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി. അദ്ദേഹം വരെ അവിടെ ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ മറന്നു നമ്മൾ. കാരണം ഞാനൊക്കെ അന്ന് വല്ല LP സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്തായിരിക്കാം. കാരണം നമ്മൾ ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ അത് ജനങ്ങൾക്ക് മറവിയാണല്ലോ ഏറ്റവും വലുത്. ഇപ്പൊ ചൈനയിലെ ഡാമിൽ എന്തിനാ പോണത്? ഗുജറാത്തിലെ മോർബിയിലുണ്ടായിരുന്നു ഇപ്പോഴത്തെ പ്രധാനമന്ത്രിക്ക് അറിഞ്ഞുകൂടെ? ഇത് കോടതി എല്ലാറ്റിലേക്കും വലിച്ചടക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുരുക്കം പറഞ്ഞാൽ അത് നമ്മളൊരു പരസ്പര അഡ്ജസ്റ്റ്മെന്റിൽ പോകണം. അത് പിന്നെ ഇവിടുത്തെ ഒരു ജസ്റ്റിസ് ഉണ്ടായിരുന്നു, ഞാൻ ആളുടെ പേര് പറയാൻ തൽക്കാലം ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു അവിടെ ഒരു കുഴപ്പമില്ല എന്ന് കേരളത്തുകാർ. അതേസമയം തമിഴ്നാട്ടിലാണെങ്കിൽ അവർ ജഡ്ജിയാണോ അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ആണോ കാരണം അവരവിടെ ബാക്കി വെച്ചേക്ക് വരാം. നമ്മുടെ കൾച്ചർ അതല്ല, അവിടെ യാതൊരു പ്രശ്നമില്ല എന്നും പറഞ്ഞുകൊണ്ട്. അപ്പൊ ഏതായാലും ഇത് പുതിയൊരു ഡാം പണിയാന്നുള്ളത് തന്നെയാണ് അതിന്റെ സേഫ്റ്റി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പിന്നെ ഞാൻ ഒരു ഇലക്ട്രിസിറ്റി ബോർഡിൽ ഒരാളവിടെ ഉണ്ടായിരുന്ന ആളിപ്പോ തൃശ്ശൂരുണ്ട്. അപ്പൊ ഞാൻ യാത്ര ചെയ്യുമ്പോൾ പലരുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിലാണല്ലോ. അപ്പൊ അദ്ദേഹമാണ് പറഞ്ഞത് പ്രശ്നങ്ങൾ ഹൈലി ഡിസാസ്റ്റർസ്. മോർബിയിലോ മറ്റേ ചൈനയിൽ എന്താ അതിന്റെ പേര് മറന്നുപോയി. അത് തന്നെ അതൊക്കെ ഉണ്ടായ മാതിരി അതായിരിക്കുന്നതാണ് അവര് പറയുന്നത്. എന്തിനാ പറയുന്നത്? മുമ്പത്തെ നമ്മുടെ MM മണി അദ്ദേഹം അവിടെ തന്നെ ഇടുക്കിയിൽ തന്നെ ജനിച്ചു വളർന്ന ആളല്ല. അദ്ദേഹത്തിന് ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട. അദ്ദേഹം ഒരു LP മതി. LP എന്ന് പറഞ്ഞാൽ സ്കൂളല്ല, ലോകപരിചയം. അദ്ദേഹം തന്നെ എനിക്ക് പറഞ്ഞല്ലോ മുല്ലപ്പെരിയാറിന്റെ മുകളിൽ നിൽക്കുന്ന വണ്ടിപ്പെരിയാർ ടൗണിന്റെ മേപ്പുറത്ത് നിൽക്കുന്ന ഒരു വലിയ ജലബോംബാണിത് എന്ന്. ഇപ്പൊ തന്നെ അയ്യപ്പങ്കാവ് അതിന്റെ താഴെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു ഷട്ടർ തുറക്കുമ്പോഴൊക്കെയുള്ള പ്രശ്നങ്ങൾ കണ്ടിട്ടില്ല. അവരുടെ വീടുകളിലേക്കൊക്കെ ജനങ്ങളാകെ പരിഭ്രാന്തിയിലാണ്. യെസ്, അപ്പൊ വ്യക്തമാണ്. അപ്പോൾ കറക്റ്റാണ്. അപ്പോൾ പ്രമോദ് നാണു എന്നോട് പറയുന്നത് പ്രധാനമന്ത്രി വിചാരിച്ചാൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ കഴിയും എന്ന് എന്നോട് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്നോട് അയൂബ് ഖാൻ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അയൂബ് ഖാൻ നമുക്കൊപ്പം എത്തിയിട്ടുണ്ട്. കോട്ടയത്ത് അവധിയുണ്ടോ എന്നാണ് പക്ഷേ അയൂബ് ഖാന് അറിയേണ്ടത്. എല്ലാവർക്കും അവധിയുണ്ടോ എന്നാണ് അറിയേണ്ടത്. അപ്പോൾ അവധിയൊക്കെ നമ്മൾ കൃത്യസമയമാകുമ്പോൾ ഞാനിവിടുന്ന് അവധിയൊക്കെ നമുക്ക് ബ്രേക്കിംഗ് തന്നെ ഇട്ട് തരാം. അപ്പോൾ കാര്യമായ അവധികൾ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അവധിക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കരുത്. മഴ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പറയാം. അപ്പോൾ മുല്ലപ്പെരിയാർ വേനൽക്കാലത്ത് ജനങ്ങൾ സംഘടിച്ച് പൊട്ടിച്ചു കളയണമെന്ന് സുനിൽകുമാർ. എൻ്റെ സുനിൽകുമാർ, ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയുമായി നമുക്ക് നടക്കാൻ പറ്റില്ല. നമ്മൾ രണ്ട് ജനവിഭാഗങ്ങൾ ഇതിൽ ബന്ധപ്പെട്ട് കിടക്കുന്നതെന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ ജയകുമാർ എന്നോട് പറയുന്നത്, നേരത്തെ ഞാൻ വീടിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഒരുമാതിരി കൊള്ളാവുന്ന വീട് വെക്കണമെങ്കിൽ 1 കോടി രൂപ വേണം എന്നാണ്. അപ്പോൾ ജയകുമാർ പറയുന്നു 1 കോടി രൂപ വെക്കണം. സ്യാൻ മാലിക്ക് എന്നോട് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്താണ് നാളെ പാലക്കാട് അവധിയുണ്ടോ എന്ന്.
അപ്പോൾ ഷെസിയാൻ മാലിക്ക് ഇതുവരെ അത് വന്നിട്ടില്ല. കലക്ടർ ഒന്ന് പ്രഖ്യാപിച്ചോട്ടെ, എന്നിട്ടല്ലേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആസ നഫീസയൊക്കെ സ്കൂളിൽ അവധി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. ഇടുക്കിയിൽ ഹോളിഡേ ഉണ്ടോ എന്ന് നകുൽ ചോദിക്കുന്നു. അരുൺകുമാറിനാണ് പക്ഷേ മുല്ലപ്പെരിയാർ സേവ് കേരള എന്ന് പറയുന്നു. നാളെ ഇടുക്കിയിലെ ജില്ലയിൽ അവധി ഉണ്ടോ എന്ന്. പിന്നെ വിജയകുമാറിന് പാറ്റയും കുറേയും വിട്ടേക്ക് അത് നമ്മൾ മറന്നോന്നോ, കുറേ ആയിട്ട് വിട്ടോ അതോ നമ്മളത് മറന്നോ എന്നാണ് ചോദിക്കുന്നത്. അവർ ഇന്ന് യോഗമൊക്കെ ചേർന്നിട്ടുണ്ട്, തുടർ നടപടികൾ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ പാറ്റയും കുറേയൊക്കെ ഇവിടെ ഉണ്ട്. അവർക്ക് വെള്ളം കിട്ടിയാൽ പോരെ, അത് ഉയരത്തിൻ്റെ കാര്യത്തിൽ എന്തിനാണ് കടുംപിടുത്തം പിടിക്കുന്നതെന്ന് അജിത് കുമാർ മാറോളി എന്നോട് ചോദിക്കുന്നുണ്ട്. സന്തോഷ് പരിപ്പായി പറയുന്നു, സ്കൂളുകൾ കലക്ടർമാർ അവധി അനുവദിക്കുന്നത് കുട്ടികൾ സുരക്ഷിതരായി ഇരിക്കാനാണ്. മാതാപിതാക്കൾ അത് പരമാവധി ശ്രദ്ധിക്കണം. പുഴയിലും തോടുകളിലും കുളത്തിലും ഒന്നും പോകാൻ അനുവദിക്കരുത്, പല അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന് സന്തോഷ് പരിപ്പായി ഓർമ്മിക്കുകയാണ്. ഞാനും അതുതന്നെയാണ് ഓർമ്മിപ്പിക്കുന്നത്. അവധി കിട്ടിയെന്ന് കരുതി മഴയത്ത് ഉല്ലസിക്കാൻ നടക്കരുത്. പരമാവധി വല്ല ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ നോക്കണം. കേന്ദ്രവും സുപ്രീം കോടതിയും തമിഴ്നാടിൻ്റെ കൂടെയാണെന്നാണ് അജിത് കുമാർ മാറോളിയുടെ. ബാലകൃഷ്ണൻ വടകര എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ബാലകൃഷ്ണൻ വടകര. സാർ നമസ്കാരം. നമസ്കാരം. എനിക്ക് ഈ വിഷയത്തിൽ കൂടുതലൊന്നും അറിവില്ല, എങ്കിലും ഞാൻ പറയട്ടെ. നമ്മുടെ MP ഇല്ലേ, ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്, അദ്ദേഹം പറയുന്നത് കേട്ടു ഇത് തീക്കളിയായിരിക്കും. അദ്ദേഹത്തിന്റെ മുന്നണി കോൺഗ്രസ് അടക്കമാണല്ലോ തമിഴ്നാട് ഭരിക്കുന്നത്. ആരോടാണ് ഈ തീക്കളി കളിക്കുക? അവിടുത്തെ നിയമസഭയിലെങ്കിലും അവർക്കൊന്ന് പറയാൻ അതിന് ധൈര്യമില്ലെങ്കിൽ ഇപ്പൊ അവരുടെ മാത്രം പ്രശ്നമല്ല ശ്രീ ബാലകൃഷ്ണൻ വടകര. അങ്ങയുടെ പാർട്ടിക്ക് അവിടുത്തെ പാർട്ടിക്ക് ഒരു നിലപാടാ, ഇവിടെ വേറെ നിലപാടാ. കാരണം ഇത് വലിയ തർക്കമായി നിൽക്കുമ്പോൾ ഞാനിത് പറയാം. ഇത് ഞാൻ എൻ്റെ പത്രപ്രവർത്തനം തുടങ്ങിയ ആദ്യ ഘട്ടങ്ങളിൽ കാലത്ത് ആദ്യത്തെ ഒരു 5 വർഷത്തിനിടയിലാണ് തമിഴ്നാട്ടിൽ നിന്ന് അന്നത്തെ അവിടുത്തെ MP ആയിരുന്നു ഇന്ന് നമ്മുടെ ഉപരാഷ്ട്രപതി. അദ്ദേഹം കേരളത്തിൽ അന്ന് വന്നു. അങ്ങനെ തമിഴ്നാട്ടിൽ വന്നപ്പോൾ BJPക്കാർ ഈ തർക്കം മുല്ലപ്പെരിയാർ നടക്കുക. അന്ന് ഞാൻ തന്നെ ചോദിച്ചൊരു ചോദ്യമാണ്, ഇതിൽ നിങ്ങളുടെ പാർട്ടിക്ക് ഒരു പൊതു നിലപാടുണ്ടോ? അന്ന് അദ്ദേഹം പറഞ്ഞത് അല്ല, തമിഴ്നാടിന് അനുകൂലമായ നിലപാടാണ്. പക്ഷേ കേരളത്തിലുള്ള ആളുകൾ പറയുന്നു അല്ലെന്ന്. അപ്പോൾ ഇതിൽ BJPക്ക് ഒരു നിലപാടില്ല. പിന്നെ നിങ്ങൾ കോൺഗ്രസിനെ നോക്കിയിട്ട് അവർക്കൊരു നിലപാടുണ്ടോ എന്ന് ചോദിക്കുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? അല്ല, BJPക്ക് ഒരു നിലപാടില്ലെന്നും സാറിന് പറയാൻ ഞാൻ പറയുന്നത് എന്താണ് നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്നെ എന്താ നിലപാട് പറഞ്ഞു തന്നെ. അങ്ങക്ക് ഉറപ്പാണല്ലോ BJPക്ക് ഒരു നിലപാട്. മുല്ലപ്പെരിയാറിൽ കേന്ദ്ര BJP കേന്ദ്ര ഘടക സംസ്ഥാന ഘടകമല്ലേ, കേന്ദ്ര ഘടകത്തിന്റെ നിലപാടെന്താണ്? ഞാൻ ചോദിക്കട്ടെ സാർ. ഞാൻ ചോദിച്ചാൽ ആദ്യം മറുപടി പറയാം, എന്നിട്ട് അങ്ങ് ചോദിക്കും. ഇല്ലല്ല, ഈ കേസ് അപകടം ഉണ്ടാവും എന്ന് പറയുന്ന ഒരു സാധനം, അതിന് എന്തിനാ ഒരു സർക്കാരിന് തീരുമാനം എടുക്കുന്ന താമസം? അങ്ങനെയല്ലല്ലോ മറുപടി. ഇതാണ് അങ്ങയുടെ കുഴപ്പം. അല്ല, അങ്ങ് ഇപ്പൊ TVK മുന്നണി അവരെ കോൺഗ്രസിനെ കുറ്റം പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് BJPയുടെ നിലപാടെന്താണ്? BJPക്ക് വ്യക്തമായ നിലപാടുണ്ട്. ഞാൻ അറിയട്ടെ. ഈ നാട്ടിലിരിക്കുന്ന ജനങ്ങൾ ഒന്ന് അറിയണ്ടേ? നിലപാട് BJPക്ക് ഉണ്ട്. അതെ, ഞാൻ ചോദിക്കുന്നത് എന്താണ്? അപ്പൊ അതില് അങ്ങ് ഈ വെല്ലുവിളി അല്ലാതെ ഞാൻ അങ്ങക്ക് ഈ പൊതുവേദി കഴിയുന്നത് വരെ സമയം തരാം. എന്താണ് ആ നിലപാടെന്ന് പറയാമോ? നിലപാട് BJPക്ക് ശക്തമായ നിലപാട്. അതെന്താണെന്ന് ഞാനൊന്ന് ചോദിക്കുകയാണ്. എന്താണ് നിലപാട്? ഇത് തന്നെയാണ് നിലപാട്. ഏത് നിലപാട് പറയില്ല എന്നതാണ് നിലപാടെന്നോ? കൊള്ളാം, ആ നിലപാട് നല്ല ഗംഭീര നിലപാടാണ്. അതായത് ഞങ്ങളൊരു നിലപാട് പറയില്ല എന്നതാണ് ഞങ്ങളുടെ നിലപാട്. പറയാൻ പറ്റില്ല. ഇത് 2 സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. കാരണം നിങ്ങളെ അല്ലെന്നേ, ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഈ ഉപരാഷ്ട്രപതിയായിരുന്ന അദ്ദേഹം അന്ന് തമിഴ്നാട്ടിലെ MP ആയിരുന്നു. അപ്പോൾ ശ്രീ രാധാകൃഷ്ണൻ, അദ്ദേഹം അന്ന് പാലക്കാട് വന്നപ്പോഴാണ് സാന്ദർഭികമായി BJP നേതാക്കളുടെ ഇടയിൽ കിട്ടിയപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചാണ് ഇതിലെന്താ നിലപാട്. അദ്ദേഹത്തിന് തമിഴ്നാടിന് നിലപാടേ പറയാൻ പറ്റും. അപ്പോൾ കേരളത്തിൻ്റെ അദ്ദേഹത്തിനൊപ്പം ഇരുന്ന കേരളത്തിലെ BJPക്കാർ ഞങ്ങൾ അതിനോട് യോജിക്കുന്നില്ല എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് 2 നിലപാടാണ്. ഞാൻ അന്ന് മനസ്സിലാക്കിയത്. അത് ഇന്നും ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്കൊരു നിലപാടുണ്ടെങ്കിൽ ആ നിലപാട് എന്താണെന്ന് പറയാൻ ഇതിൻ്റെ ഈ പൊതുവേദി കഴിയുന്നത് വരെ വേണമെങ്കിൽ നാളത്തെ പൊതുവേദി ഞാൻ തരാം. അങ്ങ് ഇത് പറയാൻ തയ്യാറാണ്? അങ്ങക്കില്ല. കേന്ദ്രം തന്നെ ഇടപെടേണ്ടി വരും തീരണമെങ്കിൽ പ്രശ്നം. കാരണം ഇവർ ഒന്നിച്ച് 3 പേരും കൂടി പ്രമേയം പാസ്സാക്കപ്പെടുന്നു. ഇതിൽ ഒരു നിലപാടേ ഉള്ളൂ. എന്താണെന്നറിയാമോ? കേന്ദ്രത്തിന് ഇടപെടേണ്ടി വരുന്നൊന്നുമല്ല, കോടതി തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് തൽക്കാലം നിങ്ങൾക്ക് തടികുരാം. അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഭംഗിയായി ചെയ്യാവുന്ന ഒരു കാര്യം. അതായത് കേന്ദ്രം പറയും, ഇതിൽ ഞാൻ പറഞ്ഞുതരാം, നിങ്ങളുടെ നിലപാട് ഞാൻ പറഞ്ഞുതരാം. കേരള ഘടകം പറയും നമ്മുടെ സുരക്ഷ പ്രധാനമാണെന്ന് പറയും. തമിഴ്നാട് പറയും
അതിൽ ഒരു സുരക്ഷാ ഭീഷണിയുമില്ല, വെള്ളമാണ് പ്രധാനം എന്ന് പറയും. കേന്ദ്രം പറയും ഇതിൽ കോടതിയും സാങ്കേതിക വിദഗ്ധരും ഒരു തീരുമാനം എടുത്തോട്ടെ. അങ്ങനെ നിങ്ങളുടെ കേരള ഘടകത്തിനും തമിഴ്നാട് ഘടകത്തിനും കേന്ദ്ര ഘടകത്തിനും 3 നിലപാടുകളാണ് ഉള്ളത്. അത് സാറങ്ങ് ഊഹിക്കുന്നതല്ലേ? ഞാൻ ഊഹിക്കല്ല, ഞാൻ അവരോട് ചോദിച്ചിട്ടുള്ളതാണ്, അതാണ് ഞാൻ പറയുന്നത്. ഇത് അങ്ങ് പറയുകയാണിത് ഒരു നിലപാടാണ് ഉള്ളത് എങ്കിൽ അങ്ങക്ക് ആ ഒരു നിലപാട് പറയാൻ ഇനിയും ഞാൻ സമയം തരാം. നിലപാട് തീർച്ചയായിട്ടും ഉണ്ടാവും. അങ്ങക്ക് ഇത്രയായിട്ട് അങ്ങക്ക് അറിയില്ലല്ലോ. ഇനി ഒന്ന് ആരോടെങ്കിലും ചോദിച്ചിട്ടൊന്നും എനിക്ക് പറഞ്ഞു എന്താ നിലപാട്? എനിക്ക് ചോദിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കേരളവും തമിഴ്നാടും പിന്നെ നിലപാട് ഉണ്ടാവുമെന്ന് അങ്ങ് തറപ്പിച്ച് പറയുമ്പോ ആ നിലപാട് എന്താണെന്നും കൂടി പറയാനുള്ള ഒരു ഉത്തരവാദിത്തം അങ്ങക്കില്ല. അതിന്റെ ഉത്തരം തന്നെയാണ് കേരളവും തമിഴ്നാടും BJP ഭരണത്തിൽ വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ തർക്കങ്ങൾ പണ്ടേ പരിഹരിച്ചിട്ടുണ്ടാവും. കാരണം രാജ്യത്തെ ഞാൻ ചോദിക്കുന്നത് കേരള തമിഴ്നാട് BJP ഘടകത്തിന് ഈ പ്രശ്നം ഞങ്ങളുടെ പൊതു നിലപാട് ഇതാണെന്ന് പറയാനുള്ള ഇല്ല. പിന്നെ നിങ്ങളുടെ അധികാരത്തിൽ വന്നാൽ എന്താ, നിങ്ങളുടെ ഇത് പ്രശ്നം കൂടുതൽ സങ്കീർണമാവുകയുള്ളൂ. ഇത് നിങ്ങൾ ആരെയും പറ്റിക്കുന്നത്? ഇങ്ങനെ ഞങ്ങൾക്ക് ഞാൻ അധികാരം തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് നിങ്ങൾ ആദ്യം പറഞ്ഞിട്ടല്ലേ അധികാരത്തിൽ വരുന്നത്. അധികാരം തരുമ്പോൾ നോക്കാം എന്ന് പറഞ്ഞാൽ കിട്ടില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ തർക്കിക്കാം. ശരി, അങ്ങ് ഈ വീടടുത്ത് കിടന്ന് ഉരുളുന്ന ഈ രീതി പൊതുവേദിയിൽ നിർത്തണമെന്നാണ് എനിക്ക് പറയാൻ. ഇതില് ഞാൻ അങ്ങക്ക് മാതൃകയാക്കാവുന്ന ഒരു നല്ല നിലവിളിക്കണ്ട, ബഹളം വെക്കണ്ട. അങ്ങ് ഈ മറ്റേ അല്ല അങ്ങ് നിലവിളിച്ച് ബഹളം വെച്ച് അങ്ങ് ഇത് നിലവിളിച്ച് ബഹളം വെച്ച് അങ്ങ് ഇതില് കാര്യമില്ല, അതിലൊരു കാര്യമില്ല. ഇല്ല, അത് അങ്ങ് പറയും. ഇത് പൊട്ടിയാൽ നരേന്ദ്രമോദിയാണ് പൊട്ടിച്ചെന്നും കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കാം. അതിനൊന്നും നമ്മൾ പ്രശ്നമല്ല, ഇതൊന്നും വിഷയമല്ല. കേരളത്തിലെ മാധ്യമങ്ങൾ നരേന്ദ്രമോദി കേന്ദ്ര സർക്കാരിന്റെ പിടിപ്പുകളുണ്ടായിട്ട് പൊട്ടിയെന്ന് തന്നെ നാളെ പ്രചരിപ്പിക്കുന്നത് താങ്കളെ അങ്ങനെ ഓരോ കുതന്ത്രങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കാമെന്നല്ലാതെ ഇതിങ്ങനെ പരിഹരിക്കണം എന്ന് പറയാനുള്ള ഒരു നയം നിലപാട് നിങ്ങളുടെ കയ്യിലില്ല. നിങ്ങൾ എല്ലാവരും തരാതരം പോലെ വാളയാർ കഴിയുമ്പോൾ നിങ്ങളുടെ നിലപാട് മാറും. വാളയാറിന് ഇപ്പുറത്ത് നിങ്ങളുടെ നിലപാട് വേറൊന്നാണ്. ഇത് ഈ 2 സംസ്ഥാനവും വിട്ട് ഡൽഹിയിലെത്തുമ്പോൾ നിങ്ങളുടെ നിലപാട് മൂന്നാമത്തെ ഒന്നാണ്. നിങ്ങളുടെ മാത്രമല്ല കേട്ടോ, കോൺഗ്രസിന്റെ നിലപാട് ഇതേപോലെയാണ്, CPMന്റെ നിലപാട് ഇതേപോലെയാണ്, അതേപോലെ തന്നെ മറ്റ് എല്ലാ സ്ഥലത്തുള്ള പാർട്ടികളിലെ ഇവരുടെയൊക്കെ നിലപാട് ഇതേ ഒന്ന് തന്നെയാണ്. പിന്നെ അങ്ങ് ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ഞാൻ ഈ പറയുന്നത് ആളുകൾ കേൾക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ കിടന്ന് ഒച്ച വെക്കുന്നു എന്നല്ലാതെ ഇതിൽ അങ്ങക്ക് ഇത് ഞാൻ ഇനിയും സമയം തന്നാലും അങ്ങക്ക് ഈ നിലപാട് കണ്ടുപിടിക്കാനും പറ്റില്ല, പറയാനും പറ്റില്ല. അങ്ങക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം. കോടതി തീരുമാനം എടുത്തോട്ടെ, സാങ്കേതിക വിദഗ്ധർ പറയട്ടെ, ഞങ്ങൾ അധികാരത്തിൽ വരട്ടെ, അങ്ങനെ കേരളത്തിലും തമിഴ്നാട്ടിലും BJP മുഖ്യമന്ത്രിമാർ വരട്ടെ, അപ്പം ഞങ്ങൾ പരിഹരിച്ചോളാം, ഇങ്ങനെയൊക്കെ പറയുന്നതല്ലാതെ അങ്ങക്ക് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു നിലപാടും ഇല്ല. ശരി, അപ്പോൾ നമുക്ക് ഞാൻ യൂട്യൂബിൽ ഇല്ലെന്നേ വെറുതെ അങ്ങ് ഒച്ച വയ്ക്കുന്നല്ലാതെ ഇതിലൊരു കാര്യം അങ്ങേക്ക് പറയാനില്ല. ഓക്കെ, യൂട്യൂബിൽ ഞാൻ പ്രേക്ഷകരോട് ഈ വിഷയം ചർച്ച ചെയ്തു. ഇത് കേരളത്തിൻ്റെയോ തമിഴ്നാടിൻ്റെയോ മുല്ലപ്പെരിയാർ കേരളത്തിനെയും തമിഴ്നാടിൻ്റെയും ബന്ധത്തെ ബാധിക്കുമോ എന്ന് ഒരു ചോദ്യം ഞാൻ ചോദിച്ചു. അപ്പോൾ 80% ആളുകളും വലിയ ആശങ്കയാണ് പ്രകടിപ്പിക്കുന്നത്. ഇത് കേരള തമിഴ്നാട് ബന്ധത്തെ ബാധിക്കും എന്നാണ് ആളുകൾ പറയുന്നത്. അപ്പോൾ അതീവ ജാഗ്രതയോടുകൂടി വേണം നമുക്ക് ഈ വിഷയം പരിഹരിക്കാനെന്ന കാര്യത്തിൽ തർക്കമില്ല. മുല്ലപ്പെരിയാർ ഒരു അണക്കെട്ടിൻ്റെ മാത്രം പ്രശ്നമല്ല, അത് 2 സംസ്ഥാനങ്ങളുടെ അവകാശവും ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രശ്നമാണ്, സുരക്ഷയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രശ്നമാണ്, ഉപജീവനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തെ ഒരു രാഷ്ട്രീയ ആയുധമാക്കാതെ ജനങ്ങളുടെ താല്പര്യം മുൻനിർത്തി സമീപിക്കണം. കേരളത്തിനും തമിഴ്നാടിനും ഇന്ന് വേണ്ടത് ഒരു ഏറ്റുമുട്ടലല്ല, അതൊരു ശാശ്വത പരിഹാരമാണ്. വികാരങ്ങളെക്കാൾ വിവേകത്തിനും ഏറ്റുമുട്ടലുകളെക്കാൾ സംവാദത്തിനും പ്രാധാന്യം നൽകുന്ന ഒരു നടപടിയാണ് വേണ്ടത്. ജനങ്ങളുടെ ജീവനും സുരക്ഷയും പ്രധാനം, അതേപോലെ തന്നെ മനുഷ്യരുടെ കാർഷിക ആവശ്യങ്ങളും പ്രധാനം. ദീർഘകാല തർക്കത്തിന് അറുതി വരേണ്ടതുണ്ട്. പോരാട്ടമല്ല, പരിഹാരമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ പരിഹാരത്തിലേക്കുള്ള വഴി സംവാദമാണ് എന്ന് നമുക്ക് തുറന്നു പറയാം. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.